السلام عليكم ورحمة الله وبركاته. الحمد لله الذي شرفنا بالكتاب والسنة وجعلنا من خير أمة نحمده على نعمه الجمة، وأشهد أن لا إله إلا الله وحده لا شريك له شهادة تكون لمن اعتصم بها خير عصمة، وأشهد أن نبينا وسيدنا محمدا عبده ورسوله أرسله ربه للعالمين رحمة، صلى الله عليه وعلى آله وأصحابه صلاة وسلاما دائمين ممتدين إلى يوم الدين. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. يا خالق الخلق ما لي من ألوذ به سواك عند حلول الحادث العميم، فإن من جودك الدنيا وضرتها، ومن علومك علم اللوح والقلم، إن لم تكن في معادي آخذا بيدي فضلا وإلا فقد زليت بالقدم. يا من له الخلق ثم الأمر يا صمد، لولاك لم تخرج الدنيا من العدم. يا واحدا ليس لي رب سواه ولا ند له يدعى كالجن والصنم. يا من ألوذ به عما أحاذره، يا من أنادي اسمه في السلم والنقام. സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, നല്ലവരായ സഹോദരി സഹോദരങ്ങളെ, കിൽത്താൻ ദ്വീപിലുള്ള സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, സോഷ്യൽ മീഡിയയിലൂടെ ഈ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ചലനങ്ങളിലും എല്ലാം അല്ലാഹു നമുക്ക് നല്ല നിയ്യത്തും ഇഖ്ലാസും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നേരത്തെ ഇവിടെ സംസാരിച്ച എൻ്റെ സുഹൃത്ത് എന്ന് പറയാം, എൻ്റെ ശിഷ്യൻ എന്ന് പറയാം, എൻ്റെ അയൽവാസിയും കൂടിയാണ്, കുടുംബക്കാരനുമാണ്, ഒരു യുവ പ്രാസംഗികനാണ്. ഇന്ന് അദ്ദേഹത്തിന് ചില പ്രയാസങ്ങളുണ്ട്. ജലദോഷം കൊണ്ടോ മറ്റോ വന്ന പ്രയാസമല്ല, മറിച്ച് ശബ്ദത്തിനുള്ള ഒരു പ്രയാസമാണ്. ഡോക്ടർമാർ സർജറി ആവശ്യപ്പെട്ടിട്ടുള്ളൊരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും ശബ്ദങ്ങൾ ഇനിയും അദ്ദേഹത്തിൽ നിന്ന് വരേണ്ടതുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇവിടെ ഞാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും ഒരു തർക്കവുമില്ല. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ആ സ്നേഹം എങ്ങനെയാകണം എന്നുള്ളിടത്താണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം അത് നമുക്ക് എങ്ങനെയാണ് ആ സ്നേഹം വേണ്ടത് എന്ന് നമ്മൾ ഇന്നലെയുള്ള പ്രഭാഷണങ്ങളിലും മിനിഞ്ഞാൻ നടന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമ്മൾ തീരുമാനിച്ചുണ്ടാക്കുന്ന രൂപങ്ങളിലല്ല സ്നേഹം വേണ്ടത്. ആ സ്നേഹം എങ്ങനെ വേണം എന്ന് പഠിപ്പിച്ചു തരേണ്ടത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ആ വിഷയത്തിലെ പ്രാമാണികമായി നമ്മൾ അറിയേണ്ടുന്ന വിഷയങ്ങൾ എന്താണ്? കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊക്കെ ലക്ഷ്യം നമുക്ക് പരലോകമോക്ഷമാണ്. നമ്മൾ ഏത് പേരിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സ്വർഗമാണ്. ആ സ്വർഗം നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മൾ എന്ത് നയം സ്വീകരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആ സ്വർഗം സംവിധാനിച്ച അള്ളയാണ്. ആ അള്ളാഹു നിയോഗിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ് നമുക്കത് പഠിപ്പിച്ചു തരേണ്ടത്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൽ നിർബന്ധമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഇങ്ങോട്ട് സ്നേഹിച്ചിട്ടുണ്ട്. ആ പ്രവാചകന് നമ്മോടുണ്ടായ സ്നേഹം നമ്മൾ അറിയണം. അപ്പോഴാണ് ആ പ്രവാചകനോട് ഞാൻ അനുസരണക്കേട് കാണിക്കുമ്പോൾ അത് എത്രമാത്രം മോശമാണ് എന്നുള്ള ആ ഒരു ഗൗരവം നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, വദിത്തു അന്നീ ലഖീതു ഇഖ്വാനി, എൻ്റെ സഹോദരന്മാരെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സ്വഹാബിമാർ ചോദിച്ചു, അവലൈസ നഹ്നു ഇഖ്വാനുക, അല്ല റസൂലെ, ഞങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരല്ലേ? നിങ്ങൾ ആരെ ഈ സഹോദരന്മാരെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതും സുഹാബി വലാകിൻ ഇഖ്വാനി അല്ലദീന ആമനൂ ബി വലം യറൗനി, നിങ്ങൾ എൻ്റെ സ്വഹാബിമാരാണ്. ഇനി ഞാൻ സഹോദരന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇനിയും വന്നിട്ടില്ലാത്തൊരു തലമുറയെക്കുറിച്ചാണ്, നമ്മളെക്കുറിച്ച് പറഞ്ഞതാ. എന്നെയും നിങ്ങളെയും ഒക്കെ കാണാൻ ആരാഗ്രഹിച്ചിട്ടുണ്ട്? നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും, ഒരു സംശയവുമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ലമ്മാ റഅയ്തു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വീബ നഫ്സിൻ ഖുൽതു, ഒരിക്കൽ റസൂൽ ഇങ്ങനെ വളരെ സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഉദ്ഉല്ലാഹ ലീ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മഗ്ഫിർ ലി ആയിഷ മാ തഖദ്ദമ മിൻ ദംബിഹാ വമാ തഅഖർ വമാ സറത് വമാ അഅലനത്, അല്ലാഹുവേ, ആയിഷാക്ക് നീ പുറത്തു കൊടുക്കണേ. അവളിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ, അവളിൽ വന്നുപോയ വീഴ്ചകൾ, അതേപോലെ തന്നെ അവൾ രഹസ്യമാക്കി വെച്ച പാപങ്ങൾ, അവൾ പരസ്യമായി ചെയ്ത തിന്മകളെല്ലാം പുറത്തു കൊടുക്കണേ അല്ലാ. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് പ്രാർത്ഥിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, എനിക്ക് ചിരി വന്നു സന്തോഷം കൊണ്ട്. ഞാൻ ചിരിച്ച് പ്രവാചകന്റെ മടിയിലേക്ക് അങ്ങോട്ട് വീണു. അപ്പോൾ പ്രവാചകൻ എന്നെങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അയസുറുക്കി ദുആഇ യാ ആയിഷ, ആയിഷ നിനക്കെൻ്റെ ദുആ ഇഷ്ടപ്പെട്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പിന്നെന്താ റസൂലേ, വമാലിയ ലാ യസുറുനി ദുആഉക, എന്തുകൊണ്ട് ഇഷ്ടമല്ല? അത്രക്ക് നല്ല ദുആയല്ലേ നിങ്ങൾ നിർവഹിച്ചത്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? വല്ലാഹി ഇന്നഹാ ലദുആഇ ലി ഉമ്മതി ഫീ കുല്ലി സ്വലാത്ത്, ഇത് എൻ്റെ ഉമ്മത്തിന് വേണ്ടിയുള്ള ദുആയാണ്. എല്ലാ നമസ്കാരത്തിലും എൻ്റെ ഉമ്മത്ത് നിർവഹിക്കാനുള്ള പ്രാർത്ഥനയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി അന്ന് നബി പ്രാർത്ഥിച്ചു. ഇനി ഉമ്മത്തിന് വേണ്ടി എല്ലാം നബി മൊത്തത്തിൽ പറയുകയും അത് ഉമ്മത്തിന് നമസ്കാരത്തിൽ ഒരു ശീലമായി ആക്കി തീർക്കുവാൻ അന്ന് ഉപദേശം നൽകുകയും ചെയ്തു. അങ്ങനെയൊക്കെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മെ ഓർത്ത വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. ഈ ഉമ്മത്തിൻ്റെ വിഷയത്തിലുള്ള ഭയം പ്രവാചകനുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് പാരായണം ചെയ്തു. അത് ഇബ്രാഹിം നബി നിർവഹിച്ചൊരു പ്രാർത്ഥനയാണ്. എന്താണ് ആ പ്രാർത്ഥന? റബ്ബി ഇന്നഹുന്ന അളലന കസീറൻ മിനന്നാസ്
ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. അല്ലാഹുവേ, ഒരുപാട് ആളുകളെ അവർ വഴിപഠിപ്പിച്ചിട്ടുണ്ട്. ആരാണോ എന്നെ പിൻപറ്റുന്നത് അവൻ എന്നിൽപ്പെട്ടവനാണ്. ആരാണോ എന്നോട് അനുസരണക്കേട് കാണിക്കുന്നത് അവന് നീ പുറത്തു കൊടുക്കണം റബ്ബേ, നീ ഗഫൂറാണ്, റഹീമാണ്. തൻ്റെ ജനതയ്ക്ക് വേണ്ടി ഇബ്രാഹിം നബി നിർവഹിച്ച പ്രാർത്ഥന. ഇത് സൂറത്തുൽ ഇബ്രാഹിമിൽ അല്ലാഹ് പറയുന്നുണ്ട്. ശേഷം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനതയ്ക്ക് വേണ്ടി നിർവഹിച്ച പ്രാർത്ഥന പറയുന്നുണ്ട്. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കുന്ന പക്ഷം നീ അസീസാണ്, ഹക്കീമാണ്. അല്ല, നീ ശിക്ഷിക്കുകയാണോ നീ അതിനും അർഹതയുള്ളവനാണ്. കാരണം അവർ നിന്റെ അടിമകളാണ്. അപ്പൊ ഈസാ നബി തൻ്റെ ഉമ്മത്തിലുള്ള വിഷമം അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി തൻ്റെ ഉമ്മത്തിൻ്റെ കാര്യത്തിലെ വിഷമം അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും എടുത്തു പറഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫറഫഅ യദൈഹി, തൻ്റെ കൈകൾ ഇങ്ങനെ ഉയർത്തുകയാണ്. എന്നിട്ട് പറയുന്നു, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹ് എൻ്റെ ഉമ്മത്തി, എൻ്റെ സമുദായം. വബക, അത് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. അങ്ങനെ പ്രവാചകൻ കരഞ്ഞപ്പോൾ ഫഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആല പറയുന്നു, യാ ജിബ്രീൽ, അല്ലയോ ജിബ്രീലേ, ഇദ്ഹബ് ഇലാ മുഹമ്മദിൻ, നീ മുഹമ്മദിന്റെ അടുക്കലേക്ക് ചെല്ലണം. ഫസൽഹു, നീ ആ മുഹമ്മദിനോട് ചോദിക്കണം, മായുബ്കീക്, എന്തിനാണ് നിങ്ങൾ കരയുന്നത്, എന്ത് വിഷയമാണ് നിങ്ങളെ കരയിപ്പിച്ചത്. അത് അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. അള്ളാഹ്ക്ക് ചില നടപടിക്രമങ്ങളുണ്ട്, അത് അല്ലാഹു തആല ചെയ്തു വരുന്നു എന്ന് മാത്രം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, എന്താണ് പ്രശ്നം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് കാര്യങ്ങൾ പറഞ്ഞു. ജിബ്രീൽ ചെന്നുകൊണ്ട് റബ്ബിനോട് പറയുകയാണ്, ഇതാ ഇന്നതാണ് പ്രശ്നം. വീണ്ടും ജിബ്രീലിനോട് അല്ലാഹ് പറയുന്നു, യാ ജിബ്രീൽ, അല്ലയോ ജിബ്രീലേ, ഇദ്ഹബ് ഇലാ മുഹമ്മദിൻ, മുഹമ്മദിന്റെ അടുക്കലേക്ക് ചെല്ലണം. ഫഖുൽ, എന്നിട്ട് നീ പറയണം, ഇന്നാ സനുർളീക ഫീ ഉമ്മതിക, നിന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ നാം നിങ്ങളെ സന്തോഷിപ്പിക്കുക തന്നെ ചെയ്യും. വലാ നസൂക, നിങ്ങളെ ഒരിക്കലും നാം വിഷമിപ്പിക്കുകയില്ല. നമുക്ക് വേണ്ടി കരഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മോട് എത്രത്തോളം സ്നേഹം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഹാദൽ ഹദീസ് മുസ്തമലുൻ അലാ അൻവാഇൻ മിനൽ ഫവായിദി, ഈ ഹദീസിൽ ഒരുപാട് ഫായിദകളുണ്ട്, ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. മിൻഹ, അതിൽപ്പെട്ടതാണ് ബയാനു കമാലി ശഫഖത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉമ്മത്തിഹി, ഈ ഉമ്മത്തിനോടുള്ള മുഹമ്മദ് നബിയുടെ സമ്പൂർണ്ണമായ സ്നേഹം. പിന്നെയോ വഇഅ്തിനാഇഹി ബിമസാലിഹിഹിം, ഈ ഉമ്മത്തിന്റെ നന്മയെക്കുറിച്ചുള്ള പരിഗണനയും ശ്രദ്ധയും. വഇഹ്തിമാമുഹു ബിഅംരിഹിം, ഉമ്മത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ആ മനസ്സിന്റെ വിഷമവും പ്രവാചകനത്തിൽ കാണിച്ച താല്പര്യവും ശ്രദ്ധയും. അപ്പൊ നമ്മുടെ കാര്യത്തിൽ ആർക്ക് ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശ്രദ്ധയുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. നാളെ പരലോകത്ത് എല്ലാ പ്രവാചകന്മാരും കൈമലർത്തുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. ശഫാഅത്തുൽ ഉലമ, ഏറ്റവും വലിയ ശുപാർശ, ശഫാഅത്തുൽ കുബ്ര എന്നൊക്കെ അറിയപ്പെടുന്ന ആദ്യത്തെ ശുപാർശയുണ്ടല്ലോ. ഓരോ നബിമാരെയും സമീപിക്കും ആളുകൾ, അവർ പറയും, ഞങ്ങൾക്ക് സാധ്യമല്ല, ഞങ്ങൾക്ക് സാധ്യമല്ല. യൗമ യദഉ ആദമു വ അംബിയാ നഫ്സി 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 നഫ്സിയാ, എല്ലാ നബിമാരും സ്വന്തം കാര്യം എന്ന് പറയുമ്പോൾ വയൗമ യദഉ ഖൈറ ഖൽഖിൽ അംബിയാ ഉമ്മതിയാ ഉമ്മതിയാ ഉമ്മതി, പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും, എൻ്റെ ഉമ്മത്ത്, എൻ്റെ ഉമ്മത്ത്. എല്ലാവരും പറയുന്നത് നഫ്സി നഫ്സി എന്നാ. പ്രവാചകൻ നമ്മുടെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? ഉമ്മത്തി ഉമ്മത്തി. അല്ലാഹ് പറയും, യാ മുഹമ്മദ്, അല്ലയോ പ്രവാചകരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ മുമ്പിൽ പോയി സുജൂദിൽ കിടക്കുകയാണ് എത്രയോ കാലം. അവസാനം പറയും, യാ മുഹമ്മദ് ഇർഫ റഅസക, നിന്റെ തല ഉയർത്ത്. സൽ തുഅത, നീ ചോദിക്ക് നൽകാം. വസ്ഫഅ തുശഫ, ശുപാർശ നടത്തിക്കോ, സ്വീകരിക്കാം. ഫഅർഫ റഅസി, അപ്പോൾ ഞാൻ തല ഉയർത്തും. അല്ലാഹുവിനോട് ഞാൻ പറയും, എന്താ പറയുന്നത് അറിയോ? ഉമ്മത്തി യാ റബ്ബ്, ഉമ്മത്തി യാ റബ്ബ്, റബ്ബേ എൻ്റെ ഉമ്മത്തിന്റെ കാര്യം, റബ്ബേ എൻ്റെ ഉമ്മത്തിന്റെ കാര്യം. എന്തൊരു സ്നേഹമാണ്! നാളെ പരലോകത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അല്ലാഹ് പറയും, യാ മുഹമ്മദ്
അദ്ഖിൽ മിൻ ഉമ്മതിക മല്ലാ ഹിസാബ അലൈഹിം മിനൽ ബാബിൽ ഐമനി മിൻ അബ്വാബിൽ ജന്ന. നിന്റെ ഉമ്മത്തിൽ നിന്ന് വിചാരണ കൂടാതെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട്, അവരെ സ്വർഗ്ഗത്തിന്റെ വലതുഭാഗത്തെ കവാടത്തിലൂടെ പ്രവേശിപ്പിച്ചു കൊള്ളുക. ഇമാം ബുഖാരിയുടെ 4712 ഹദീസാണ്. ഇങ്ങനെ ഏത് മേഖലയിലും നമ്മെ സ്നേഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലികുല്ലി നബിയ്യിൻ ദഅവത്തും മുസ്തജാബ, എല്ലാ നബിമാർക്കും പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതെല്ലാം നബിമാർ ദുനിയാവിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. വാനസ്തബഖൈതു ദഅവതി ശഫാഅത്തൻ ലിഉമ്മതി യൗമൽ ഖിയാമ, എൻ്റെ ദുആയുടെ അവസരം എൻ്റെ ഉമ്മത്തിന്റെ ശഫാഅത്തിന് വേണ്ടി പരലോകത്തേക്ക് ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. പ്രാർത്ഥിച്ചാൽ എന്തായാലും ഉത്തരം തരാമെന്ന് ഉറപ്പ് കൊടുത്തൊരു പ്രാർത്ഥന ഉണ്ട്. അത് ഈ ദുനിയാവിൽ പ്രാർത്ഥിച്ചില്ല, എൻ്റെ ഉമ്മത്തിന്റെ ശഫാഅത്തിന് വേണ്ടി പരലോകത്തേക്ക് ഞാൻ മാറ്റിവെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സൂര്യഗ്രഹണം ഉണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ ചെന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയാണ്. കൈകെട്ടി കുറേ ഖുർആൻ ഓതി, റുക്കൂ ചെയ്ത് വീണ്ടും എഴുന്നേറ്റ് നിന്ന് ഖുർആൻ ഓതി, വീണ്ടും റുക്കൂ ചെയ്ത് പിന്നെ സുജൂദിലേക്ക് പോയി. അങ്ങനെ നമസ്കാരത്തെക്കുറിച്ച് പറയാം. ആ നമസ്കാരം കഴിഞ്ഞ ശേഷം അള്ളാന്റെ റസൂൽ പ്രാർത്ഥിക്കുകയാണ്, റബ്ബി അലം തഅദിനി, അല്ലാഹ് നീ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ലേ, അല്ലാ തുഅദ്ദിബുഹും വഅന ഫീഹിം, എൻ്റെ സമുദായത്തിൻ്റെ കൂടെ ഞാനുണ്ടായിരിക്കെ നീ അവരെ ശിക്ഷിക്കുകയില്ല എന്ന് എനിക്ക് നീ ഉറപ്പ് തന്നിട്ടില്ലേ അല്ലാ. അലം തഅദുനി അല്ലാ തുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറൂൻ, എൻ്റെ ഉമ്മത്ത് ഇസ്തിഗ്ഫാർ നടത്തുന്നിടത്തോളം കാലം അവരെ നീ ശിക്ഷിക്കുകയില്ല എന്ന് റബ്ബേ എനിക്ക് നീ വാക്ക് തന്നിട്ടില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നമസ്കാരത്തിൻ്റെ സുജൂദിൽ റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഈ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ സൂര്യന് ഗ്രഹണം ബാധിച്ചപ്പോൾ അതേപോലെ തൻ്റെ സമുദായത്തിന് വേണ്ടി ബലികർമ്മം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. പെരുന്നാളിൻ്റെ അന്ന് ആ ആടിനെറുക്കുകയാണ്. വിശദമായ ഹദീസാണ്. എന്നിട്ട് പറയുന്നു, ഒന്നിനെ അടുത്തിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്ന ഹാദാ അൻ ഉമ്മതി ജമീഅ മിമ്മൻ ഷഹിദ ലക ബിത്തൗഹീദി വശഹിദ ലീ ബിൽ ബലാഗ്, നിന്റെ തൗഹീദിന് വേണ്ടി സാക്ഷ്യം വഹിച്ച എൻ്റെ സമുദായത്തിലെ ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ഉമ്മത്തിലെ ആളുകൾക്ക് വേണ്ടി ബലികർമ്മം നിർവഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആരാധനാ കർമ്മങ്ങളിലെ ലഘൂകരണങ്ങൾ, ചില വിഷയങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കി നിർവഹിക്കും. ചില കാര്യങ്ങളിൽ എളുപ്പം പഠിപ്പിച്ചു കൊടുത്തു. അതെന്തിനാ? എൻ്റെ ഉമ്മത്തിന് പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ലൗലാ അന്ന അശുഖ അലാ ഉമ്മതി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി വുളൂ, എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നില്ലെങ്കിൽ എല്ലാ വുളൂഇനോടൊപ്പവും പല്ല് തേക്കൽ നിർബന്ധമാക്കുമായിരുന്നു. മറ്റൊരു ഹദീസിൽ മഅകുല്ലി സ്വലാത്ത്, എല്ലാ നമസ്കാരത്തോടൊപ്പവും മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമാക്കുമായിരുന്നു എന്ന് കാണാം. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഉമ്മത്തിന് ബുദ്ധിമുട്ടാണത്. എല്ലാ വക്തിലും ളുഹൂറിനും അസറിനും ഒക്കെ ആ ഉളുവിൻ്റെ കൂടെ പല്ല് തേക്കൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് ഞാൻ നിർബന്ധമാക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഇന്ന് പാരായണ രീതികൾ 7 സബൂ ഖിറാഅത്ത് എന്ന് പറയാറുണ്ട്. 10ഓളം ഖിറാഅത്തുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 7 ഖിറാഅത്തുകളാണ്. അത് എങ്ങനെ 7 ഖിറാഅത്തുകൾ വന്നത്? ലോകത്തുള്ള എല്ലാവരും ഒരേ രൂപത്തിൽ ഉച്ചരിക്കണമെന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കേണ്ട നിയമമായി മാറും. പക്ഷേ ഉച്ചാരണ രീതികളും മറ്റും ഓരോ നാട്ടിലെയും ഭാഷ സംസാരിക്കുന്ന ആളുകൾക്കനുസരിച്ച് കൊണ്ട് വ്യത്യസ്തങ്ങളാണ്. പിന്നെ പല ആളുകളും കേട്ടത് പല രൂപങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിന് എല്ലാ രാജ്യത്തും ഒരേപോലെ ഖുർആനിൻ്റെ അക്ഷരങ്ങൾ ഓതൽ പ്രയാസമായി വരും. അവിടെയും ഇളവ് കൊടുക്കുകയാണ്. ഇതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയോട് പറയാണ്, ഇന്നല്ലാഹ യഅ്മുറുക അൻ തഖറഅ ഉമ്മതുകൽ ഖുർആന അലാ ഹർഫ്, നിന്റെ ഉമ്മത്ത് ഒരേ രീതിയിൽ എല്ലാവരും ഖുർആൻ ഓതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അസ്അലുല്ലാഹ മുആഫാതഹു വ മഗ്ഫിറതഹു, അള്ളാഹിനോട് ഞാൻ അഫുവും മഗ്ഫിറത്തും ചോദിക്കുന്നു. വ ഇന്ന ഉമ്മത്തി ലാ തുതീഖു ദാലിക, എൻ്റെ ഉമ്മത്തിന് അത് സാധ്യമല്ല. തുമ്മ അതാഹു സാനിയ, വീണ്ടും അതാ ജിബ്രീൽ വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുക അൻ തഖറഅ ഉമ്മതുകൽ ഖുർആന അലാ ഹർഫൈൻ, നിന്റെ ഉമ്മത്തിന് 2 രൂപത്തിൽ ഖുർആൻ ഓതാം. പല ശൈലികളുണ്ട് ഖുർആനോത്തിന്റെ, ചെരിച്ചുകൊണ്ടും മറ്റും പല രീതികൾ ഖിറാഅത്തുകളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, റബ്ബിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു, മഗ്ഫിറത്ത് ചോദിക്കുന്നു, എൻ്റെ ഉമ്മത്തിനത് സാധ്യമല്ല. ജിബ്രീൽ തിരിച്ചു പോവുകയാണ്, വീണ്ടും വരുന്നു. അങ്ങനെ 3ാമത്തെ തവണ വന്നു. നബിയോട് പറയാണ്, നിങ്ങളുടെ ഉമ്മത്തിന് 3 രൂപത്തിൽ ഖുർആൻ ഓതാം. അവസാനിച്ചില്ല. നബി പറഞ്ഞു, എൻ്റെ ഉമ്മത്തിനത് സാധ്യമല്ല, എൻ്റെ ഉമ്മത്തിന് പ്രയാസമാണ്.
അങ്ങനെ തിരിച്ചുപോയി വന്നും അവസാനം ഇന്നല്ലാഹ യഅ്മുറുക അൻ തഖറഅ ഉമ്മത്തുകൽ ഖുർആൻ അലാ സബ്അത്തി അഹ്റുഫ് 7 രൂപങ്ങളിൽ ഖുർആൻ ഓതാം. ആ 7 രീതികൾ ഇന്ന് ലോകത്ത് ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏത് രീതി ഓതിയാലും ഫയ്യുമാ ഹറുഫിൻ ഖറഉ അലൈഹി ഫഖദ് അസ്വാബു, അവർ ഏത് രീതിയിൽ ഓതിയാലും അതൊക്കെ ശരിയാണ്. ഇമാം മുസ്ലിമിൻ്റെ 821 ഹദീസാണ്. അത് എന്തേ ഈ ഉമ്മത്തിന് വേണ്ടി അങ്ങനെ പറയാൻ കാരണം അതൊരു സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അതേ അങ്ങനെയാ റബ്ബ് പരിചയപ്പെടുത്തിയതാ പ്രവാചകനെ, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളോട് കാരുണ്യമുള്ള, ദയയുള്ള, അനുകമ്പയുള്ള, അലിവുള്ള, ആർദ്രതയുള്ള പ്രവാചകൻ, ഒരു മുഅ്മിൻ വേദനിക്കുന്നത് ഇഷ്ടപ്പെടാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മുടെ പ്രവാചകൻ. സഹോദരന്മാരെ, ആ പ്രവാചകനെ നമ്മൾ തിരിച്ചു സ്നേഹിക്കണം, ഒരു സംശയവുമില്ല. പക്ഷേ അത് വാദത്തിൽ ഒതുങ്ങിയാൽ പോരാ. ഞങ്ങൾ പ്രവാചകനോട് സ്നേഹമുള്ളവരാണ്. എന്തേ കാരണം? ഞങ്ങൾ റബീഉൽ അവൽ മാസം വരുമ്പോൾ നന്നായി തിന്നുന്നുണ്ട്. റബീഉൽ അവൽ മാസം വരുമ്പോൾ, റബീഉൽ അവൽ 12 വരുമ്പോൾ നല്ല ബിരിയാണി ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അന്ന് ഇങ്ങേ തല മുതൽ അങ്ങേ തല വരെ ബിരിയാണി ചെമ്പുകൾ ഇങ്ങനെ അടുപ്പത്ത് കിടന്ന് പുകയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രവാചകനോട് വലിയ സ്നേഹമാണ്. അങ്ങനെ ചില സ്നേഹങ്ങളുണ്ട് ഇവിടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ഓരോന്നോരോന്ന് വിശദീകരിക്കാം. അതാണോ സ്നേഹം? എന്നാൽ വേറൊരു സ്നേഹമുണ്ട്. എന്താ സ്നേഹമെന്നറിയോ? സ്നേഹം പഠിപ്പിക്കേണ്ടത് അള്ളയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ദഅവത്തുമായി വന്നപ്പോ അന്നത്തെ കാലഘട്ടത്തിലെ പല ആളുകളും പറഞ്ഞു ഞങ്ങൾ ഇബ്രാഹിം നബിന്റെ ആളുകളാണ്. വേദക്കാർ പറഞ്ഞു, ജൂതന്മാർ പറയാൻ ഞങ്ങളാ ഇബ്രാഹിം നബിന്റെ ആളുകൾ. നസാറാക്കളും പറഞ്ഞു ഞങ്ങളാ ഇബ്രാഹിം നബിന്റെ ആളുകൾ. മക്കയിലെ മുശ്രിക്കുകളും പറഞ്ഞു ഞങ്ങളാ ഇബ്രാഹിം നബിന്റെ ആളുകൾ. അപ്പം ഇന്നില്ലേ ഞങ്ങളാ മുഹമ്മദ് നബിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ. എന്നിട്ടോ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, അതിരിക്കിനി എൻ്റെ കൈ പിടിക്കണേ. കല്ലത്ത് ഹൈലത്തി വലാഖത്ത് ഹൈലത്തി, എൻ്റെ എല്ലാ ഹൈലത്തുകളും എൻ്റെ എല്ലാം കഴിഞ്ഞു, ഇനി നിങ്ങളെ ഉള്ളൂ, കൈ പിടിക്കണേ റസൂലേ എന്ന് റസൂലിനോട് പറയുന്ന ഒരു വിഭാഗം പറയുന്നു ഞങ്ങൾ ഇബ്രാഹിം മുഹമ്മദ് നബിന്റെ ആളുകളാണ്. അന്ന് ഇബ്രാഹിം നബിയെ വിളിക്കുകയും ഇബ്രാഹിം നബിയോട് ദുആ ചെയ്യുകയും ഇബ്രാഹിം നബിയുടെ പേരിൽ നേർച്ച നേരുകയും യാത്ര പോകുമ്പോൾ ഇബ്രാഹിം നബിയുടെ ബിംബത്തിങ്കിൽ പോയിക്കൊണ്ട് ഖൈറും ഷർറും തീരുമാനിക്കുകയും ചെയ്തിരുന്ന ആ ജനതയും പറഞ്ഞു ഞങ്ങൾ ഇബ്രാഹിമിന്റെ ആളുകളാണ്. അല്ലാഹ് പറഞ്ഞു ഞങ്ങൾ ആരും ഇബ്രാഹിം നബിന്റെ ആളുകളല്ല. അവകാശവാദം കൊണ്ടായില്ല. ഞാൻ ഇബ്രാഹിമിന്റെ ആളാണെന്ന് പറയണമെങ്കിൽ ഇന്ന ഔലന്നാസി ബി ഇബ്രാഹീമ ലല്ലദീന തബഊഹു, കണ്ടോ, ഒറ്റ വാക്കാണ്. ഇബ്രാഹിം നബിന്റെ ആളെന്ന് പറയാൻ അവകാശം വേണമെങ്കിൽ അത് ആർക്കുള്ളതാണ്? ലല്ലദീന തബഊഹു, ആ ഇബ്രാഹിം നബിയെ പിൻപറ്റിയവർക്കുള്ളതാണ്. പിൻപറ്റലാണ് സ്നേഹം. വാപ്പാനെ ഭയങ്കര സ്നേഹമാണ് പറഞ്ഞ ഒരാൾ, വാപ്പ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ ഓൻ അങ്ങോട്ട് പോകും. വാപ്പ വലത്തോട്ട് വന്ന് പറഞ്ഞാൽ ഇടത്തോട്ടേ പോകുള്ളൂ. ഓൻ പറയ്ക്ക് വാപ്പാട് ഭയങ്കര ഇഷ്ടമാണ്. ആ വാപ്പാനൊക്കെ ഒന്ന് മണ്ടക്ക് വിട്ടുവിട്ടേ. അല്ലാഹുവിന്റെ റസൂലിനോട് ഭയങ്കര സ്നേഹം പറയാം. പക്ഷെ പ്രവാചകന് സുന്നത്തുമായി ബന്ധമില്ല, പ്രവാചകന് ജീവിതചര്യകളുമായി ബന്ധമില്ല. പ്രവാചകൻ എന്തൊക്കെ വിലക്കിയിട്ടുണ്ടോ, എന്തൊക്കെ നിരോധിച്ചിട്ടുണ്ടോ അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു സ്നേഹ രൂപമാണോ? അല്ല. ഇനിയോ ജന്മദിനാഘോഷം പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമാണോ? അതുമല്ല. എന്തുകൊണ്ട്? സ്നേഹപ്രകടനം, സ്നേഹം എന്ന് പറയുന്നത് ജന്മദിനാഘോഷമാണ് ആയിരുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് മുഹമ്മദ് നബിയോട് മാത്രമേ സ്നേഹമുള്ളൂ എന്നായില്ലേ? എന്താ ഇബ്രാഹിം നബിയുടെ ജന്മദിനാഘോഷം ഇല്ലാത്തത്? അപ്പൊ ഇബ്രാഹിം നബിയോട് സ്നേഹമില്ല എന്നാണോ? ഞാൻ ചോദിച്ചു എന്ന് കരുതിയിട്ട് തുടങ്ങാൻ നിൽക്കണ്ട കേട്ടോ, ഞാൻ വെറുതെ ചോദിച്ചതാണ്, മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഇബ്രാഹിം നബിയുടെ ജന്മദിനാഘോഷമില്ലല്ലോ, മൂസാ നബിയുടെ ജന്മദിനാഘോഷമില്ലല്ലോ, ഈസാ നബിയുടെ ജന്മദിനാഘോഷമില്ലല്ലോ. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്കാർക്കും ഈസാ നബിയോട് സ്നേഹമില്ല, മൂസാ നബിയോട് സ്നേഹമില്ല, ഇബ്രാഹിം നബിയോട് സ്നേഹമില്ല. അങ്ങനെയാണോ? എന്നാ പിന്നെ അത് പറയും. ജന്മദിനാഘോഷമാണ് സ്നേഹത്തിന് അടയാളമെങ്കിൽ അപ്പം മറ്റു ഒരു നബിയോട് ഞങ്ങൾക്ക് സ്നേഹമില്ല, ഞങ്ങൾക്ക് മുഹമ്മദ് നബിയോട് മാത്രമേ സ്നേഹമുള്ളൂ എന്നാണോ നിങ്ങളുടെ വിശ്വാസം? ആ വിശ്വാസം ഇസ്ലാം എന്ന് പുറത്തു കൊണ്ടുപോകും. നമ്മളെ എല്ലാ നബിമാരെയും സ്നേഹിക്കണം, ഒരു സംശയവുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകനാണെന്ന് മാത്രം. ആ നബിക്ക് ചില സവിശേഷതകളും പ്രത്യേകതകളും ഉണ്ട്. ആ നബിയുടെ നിയമങ്ങളാണ് നമുക്ക് ബാധകമായിട്ടുള്ളത്, അതൊക്കെ ശരിയാണ്. പക്ഷേ വിശ്വാസത്തില്, സ്നേഹത്തില്, ബഹുമാനത്തില്, ആദരവില് എല്ലാ നബിമാരോടും ഒരുപോലെയായിരിക്കണം. അപ്പം മുഹമ്മദ് നബിയോട് മാത്രം സ്നേഹം, മറ്റൊരു നബിയോട് സ്നേഹമില്ല.
അങ്ങനെ വരൂലേ? ഇതൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞുതരാണ്. ഇനി പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കലാണ് സ്നേഹത്തിന് അടയാളം എങ്കിൽ പ്രവാചകന്റെ ഭാര്യമാർക്ക് പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പറയേണ്ടി വരും. കാരണം എന്താ? അവരാഘോഷിച്ചിട്ടില്ല ജന്മദിനം. പ്രവാചകന്റെ സ്വഹാബത്തിന് സ്നേഹമില്ല എന്ന് പറയേണ്ടി വരും. കാരണം എന്താ? അവരാഘോഷിച്ചിട്ടില്ല പ്രവാചക ജന്മദിനം. അപ്പൊ സഹോദരങ്ങളെ, ജന്മദിനം ആഘോഷിക്കൽ അല്ല പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്. നമുക്ക് പ്രവാചക സ്നേഹം കിട്ടേണ്ടത് ആ നബിയുടെ കൂടെ ജീവിച്ച സ്വഹാബികളിൽ നിന്നാണ്. സ്വഹാബത്ത് പ്രവാചകനെ സ്നേഹിച്ചു. അതെങ്ങനെയാ സ്നേഹിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങൾ സ്നേഹിക്കണം, സ്നേഹിക്കൽ നിർബന്ധമാണ്. അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരു മനുഷ്യൻ ആരെയാണോ സ്നേഹിച്ചത് അവൻ അവനോടൊപ്പമായിരിക്കും നാളെ പരലോകത്ത്. ഇമാം മുസ്ലിമിന്റെ 2641 ഹദീസാണ്. അപ്പോൾ നമ്മൾ നബിയെ സ്നേഹിച്ചാലോ നബിയോടൊപ്പം സ്വർഗത്തിലാണ്. അബൂബക്കറിനെ സ്നേഹിച്ചാലോ അബൂബക്കറിനോടൊപ്പം സ്വർഗത്തിലാണ്. ഇത് റസൂൽ പഠിപ്പിച്ച കാര്യമാണ്. വലം യൽഹഖ് ബിഹിം, നമ്മൾ അവരെ കണ്ടിട്ടില്ലെങ്കിലും അവരുമായി കൂടി ചേർന്നിട്ടില്ലെങ്കിലും നമ്മൾ അവരെ സ്നേഹിച്ചാൽ സ്നേഹിച്ചവരോടൊപ്പം സ്വർഗത്തിലാണ്. ലാ യുമിനു അഹദുക്കും, നിങ്ങളാരും വിശ്വാസികളാവുകയില്ല, ഈമാൻ പൂർണ്ണമാവുകയില്ല, ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. വാപ്പയെക്കാളും മക്കളെക്കാളും കുടുംബത്തെക്കാളും മുഴുവൻ ജനങ്ങളെക്കാളും പ്രവാചകന് ഇഷ്ടമാകുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പരിപൂർണമാവുകയില്ല. ഇമാം ബുഖാരിയുടെ കിതാബുൽ ഈമാനിൽ കാണാം. ഇമാം മുസ്ലിമിൻ്റെയും ഹദീസ് നമുക്കിത് കാണുവാൻ സാധിക്കും. നമ്മളെപ്പോഴും കേൾക്കാറുണ്ടല്ലോ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അല്ലാഹുവിന്റെ റസൂലേ, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി, എനിക്ക് എന്നെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം നിങ്ങളെയാ. ബാക്കിയുള്ള എല്ലാറ്റിനേക്കാളും ഇഷ്ടം നിങ്ങളെയാണ്, എന്നെ കഴിച്ചിട്ട്, എന്നെ ഒഴിവാക്കിയിട്ട്. കാരണം സ്വന്തം ശരീരമല്ലേ. ആ നിലക്ക് അദ്ദേഹം പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഇല്ല ഉമറേ, വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന ഹബ്ബ ഇലൈക മിൻ നഫ്സിക, നിനക്ക് നിന്നെക്കാൾ സ്നേഹം എന്നോടാകണം. നമ്മുടെ ശരീരത്തെക്കാൾ സ്നേഹം നമുക്ക് ആരോടാകണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാകണം. അപ്പോഴേ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ. അപ്പോൾ ഉമർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ റസൂലേ, എനിക്ക് എന്നെക്കാൾ ഇഷ്ടം നിങ്ങളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ അൽ ആന യാ ഉമർ, ഉമറെ ഇപ്പോൾ നീ പരിപൂർണ്ണ മുഅ്മിനായിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെ 6632 ഹദീസാണ്. അപ്പൊ നബിയെ സ്നേഹിക്കണ്ട എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. സ്വഹാബിമാർ എങ്ങനെയൊക്കെയാണ് സ്നേഹിച്ചത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ഒരു സ്വഹാബി വരിക നബിൻ്റെ അടുക്കിലേക്ക്, എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് നിങ്ങളെ എന്നെക്കാളൊക്കെ ഇഷ്ടമാണ്. എന്നെക്കാളെന്ന് മാത്രമല്ല, വഅഹബ്ബു ഇലയ്യ മിൻ അഹ്ലി വഅഹബ്ബു ഇലയ്യ മിൻ വലദി, എൻ്റെ മക്കളെക്കാൾ കുടുംബത്തെക്കാൾ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ വീട്ടിലായിരിക്കെ നിങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കാണാൻ ആഗ്രഹം തോന്നുകയാണ്. ഞാനിവിടെ മദീനത്തെ പള്ളിയിൽ വരുന്നു, നിങ്ങളെ കാണുന്നു, സന്തോഷിക്കുന്നു. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്താ ആലോചിച്ചെന്നറിയോ? ഞാനും നിങ്ങളൊക്കെ മരിച്ചിട്ട് നിങ്ങൾ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളായ പദവികളിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ കാണാൻ തോന്നിയാൽ ഞാൻ എന്തു ചെയ്യും പ്രവാചകരെ? സ്വഹാബത്ത് സ്നേഹിച്ചതാണത്. അത്രക്ക് സ്നേഹമായിരുന്നു പ്രവാചകനോട്. മരിച്ചിട്ടും നിങ്ങൾ സ്വർഗത്തിൻ്റെ ഉന്നത പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ കാണാൻ തോന്നിയാൽ ഞാൻ എന്തു ചെയ്യും? അപ്പോഴാണ് ആയത്തിറങ്ങിയത്, فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. സൂറത്തുൻ നിസായിലെ 69 ആയത്ത്. അല്ലാഹുവിനെ അനുസരിച്ചാൽ, കണ്ടോ, റസൂലിനെ അനുസരിച്ചാൽ അവരാരോടൊപ്പമായിരിക്കും? അല്ലാഹ് അനുഗ്രഹിച്ചവരോടൊപ്പമായിരിക്കും. ആരെയാ റബ്ബ് അനുഗ്രഹിച്ചത്? മിനൻ നബിയ്യീന, നബിമാര്, വസ്സുദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ, അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ നിനക്ക് ജീവിക്കാം. എന്തേ വേണ്ടത്? അള്ളാഹിനും റസൂലിനും അനുസരിച്ച് ജീവിക്കണം. അതാണ് ഞങ്ങൾ പറയുന്നത്. അതല്ലാണ്ട് ഒരു മങ്കൂസ് ഓതണം എന്ന് നബി പഠിപ്പിച്ചിട്ടില്ല. അന്ന് ജാഥ നടത്തണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. അന്ന് നിങ്ങൾ സുബൈൻ്റെ മുമ്പ് എണീറ്റ് പള്ളിയിൽ മൗലൂദ് ഓതണം എന്ന് പറഞ്ഞിട്ടില്ല. സഹോദരങ്ങൾ, ഒന്നാലോചിക്കും, ചിന്തിക്കാൻ വേണ്ടി പറയാണ്. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട്. അത് പരിശോധിച്ചാൽ കാണാം, പെരുന്നാൾ ദിവസം, ബലി പെരുന്നാൾ ദിവസം, അതല്ലെങ്കിൽ ചെറിയ പെരുന്നാൾ ദിവസം, ഈദുൽ ഫിത്റിനൊക്കെ ചെയ്യേണ്ടുന്ന മര്യാദകൾ ഹദീസുകളിൽ കാണാം. എന്താണ്? കുളിക്കണം, എണ്ണ പുരട്ടണം, സുഗന്ധം പൂശണം, തക്ബീറുകൾ വർദ്ധിപ്പിക്കണം, പുതിയ നല്ല വസ്ത്രം ധരിക്കണം, പള്ളിയിലേക്ക് നമസ്കാര സ്ഥലത്തേക്ക് പോകാനൊരു വഴി, വരാൻ മറ്റൊരു വഴി സ്വീകരിക്കണം, മറ്റു അങ്ങാടികളിലും മറ്റുമൊക്കെ തക്ബീറുകൾ ഉച്ചത്തിൽ ചൊല്ലണം. ഒരുപാട് കാര്യങ്ങൾ ഹദീസുകളിൽ കാണാം, അല്ലേ? ആ ദുൽ ഹജ്ജിൽ ആദ്യത്തെ 10 മഹത്വം,
ആ ദിവസങ്ങളുടെ മഹത്വം. ശരി, ചോദിക്കട്ടെ, ഈ പെരുന്നാളിനേക്കാളെല്ലാം വലിയ ആഘോഷമാണ് നബിദിനം എന്നാണ് ഇന്നത്തെ മതപണ്ഡിതന്മാരായ ഉസ്താദുമാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ അവർ പഠിപ്പിച്ചത്? പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം അവർ എഴുതി വെച്ചിട്ടുണ്ടത്. അത് അവരുടെ വിശ്വാസമാണ്. അതുകൊണ്ട് പെരുന്നാളിനില്ലാത്ത സന്തോഷം നബിദിനത്തിന്റെ അന്നാണ് അവർക്ക്. പെരുന്നാൾ ചിലപ്പോൾ ഉച്ചയോടുകൂടി തീർന്ന് എല്ലാ ആഹ്ലാദവും അവസാനിക്കും. നബിദിനം അങ്ങനെയല്ല. എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഒരുക്കം നടത്തുകയാണ്, നേരത്തെ തന്നെ എഴുന്നേൽക്കുകയാണ്, സുബൈക്ക് മുമ്പ് തന്നെ മൗലൂദുകൾ തുടങ്ങുകയാണ്. അന്ന് ആ ദിവസം മുഴുവൻ ആഹ്ലാദങ്ങളും സന്തോഷങ്ങളുമാണ്. എന്തേ കാരണം? ശരിയായ ആഘോഷത്തിൻ്റെ ദിവസം, അള്ളയും റസൂലും പഠിപ്പിച്ച ആഘോഷ ദിവസം, അത് വളരെ കുറച്ച് ചില സംഗതികൾ മാത്രം പരിമിതമാക്കി. മറ്റതോ അത് കുറേ അങ്ങോട്ട് വലിയ ആവേശത്തോടു കൂടി ചെയ്യിപ്പിച്ചു. ഇബ്ലീസിന്റെ പണി അങ്ങനെ തന്നെയാ. ജനങ്ങളെ ബിദ്അത്തിൽ അവർ പിടിച്ചു നിർത്തും. ആ പ്രവാചക ജന്മദിനത്തിൽ അതിൻ്റെ മഹത്വം പറയുന്ന ഏതെങ്കിലും ഒരു ഹദീസ്, ഇനിയിപ്പോൾ ഏറിക്കഴിഞ്ഞാൽ പറയാനുള്ളത് അന്ന് ഞാൻ ജനിച്ചു എന്നുള്ളതാണ്. തിങ്കളാഴ്ചയെ കുറിച്ച് പറയും, ഹദീസ് ഉണ്ട്. പക്ഷെ അന്ന് നോമ്പെടുക്കാനാണ് പറഞ്ഞത്, തിന്നു കടക്കാനല്ല. അന്ന് നിങ്ങൾ നോമ്പെടുക്കണം എന്നാണ് പറഞ്ഞത്, അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഈ ദിവസത്തിൻ്റെ മഹത്വം പറയുന്ന ഒരു ഹദീസ് പോലും നമുക്ക് കിതാബുകൾ കാണാൻ സാധ്യമല്ല. അത് പിൽക്കാലത്ത് കടന്നു വന്നൊരു ആചാരമാണ്. അപ്പോൾ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നബിക്ക് വേണ്ടി ജീവൻ ത്യജിച്ചവരാ സ്വഹാബിമാർ. സ്വന്തം ശരീരം അവർക്ക് പ്രശ്നമായിരുന്നില്ല. ഉഹുദ് യുദ്ധത്തിൻ്റെ ഓരോരോ സന്ദർഭങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. ചരിത്രം പറയാൻ സമയമില്ല. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെയും അതേപോലെ തന്നെ അബൂദഹദ റളിയല്ലാഹു അൻഹുവിൻ്റെയും അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ ഉഹുദ് രണാങ്കണത്തിലെ ചില സന്ദർഭങ്ങൾ, പ്രവാചകന് വേണ്ടി അവർ ചെയ്ത ത്യാഗങ്ങൾ, പ്രവാചകനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട്. അത്രത്തോളം പ്രവാചകനെ സ്നേഹിച്ചവരാണ് സ്വഹാബിമാർ. അത് വിശുദ്ധ ഖുർആൻ പറയുകയും ചെയ്തു. നമ്മൾ എന്തായിരിക്കണം? ലാ തജിദു ഖൗമൻ യുമിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂല. അല്ലാഹുവിനോടും റസൂലിനോടും എതിർപ്പ് കാണിക്കുന്ന സമൂഹത്തോട് നമ്മൾ സ്നേഹം കാണിക്കാൻ പാടില്ല. അല്ലാഹുവിനെ എതിർക്കുന്ന ഒരാളെ നമ്മൾ സ്നേഹിക്കാൻ പാടില്ല എന്നാ. റസൂലിനോട് ശത്രുത കാണിക്കുന്നവനെ ഇഷ്ടപ്പെടാൻ പാടില്ല. വലൗ കാന ആബാഉഹും, അത് സ്വന്തം വാപ്പയാണെങ്കിലും ശരി, ഔ അബിനാഹും, മക്കളാണെങ്കിലും ശരി, ഔ ഇഖ്വാനഹും, സഹോദരങ്ങളാണെങ്കിലും, ഔ അശീറത്തവും, സ്വന്തം കുടുംബമാണെങ്കിലും ശരി. അള്ളയും റസൂലുമായിരിക്കണം ഏറ്റവും വലുത്. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഈ ആയത്തിൽ സ്വഹാബത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇമാം ഖാലി അയാൽ അദ്ദേഹം അശ്ശിഫ എന്ന ഗ്രന്ഥത്തിൽ പറയാണ്, വഹഉലായി അസ്ഹാബുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞ ആയത്തിലെ ആളുകൾ ആരാന്നറിയോ? നബിയെ അവർ സ്നേഹിച്ചു സ്വന്തം വാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, മക്കളെക്കാൾ, കുടുംബത്തെക്കാൾ. എന്തേ കാരണം? ഖദ് ഖതലു വഹിബ്ബാഹും, ഇഷ്ടപ്പെട്ട ആളുകളെ അവർ കൊന്നു. ബദറിലും ഉഹുദിലും മറ്റു യുദ്ധങ്ങളിലൊക്കെ സഹോദരന്മാരെ കൊന്നവർ, വാപ്പയെ കഴുത്തു വെട്ടിക്കൊന്നവർ. എന്തേ കാരണം? റസൂലിനോടുള്ള സ്നേഹമാണ്. ഒരു ഭാഗത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, മറുഭാഗത്ത് ഇസ്ലാമിന്റെ ആളുകളാണ്. ഖതലു അഹിബ്ബാഹും, പ്രിയപ്പെട്ടവരെ കൊന്നു. വഖതലു ആബാഹും, വഖാതലു ആബാഹും, വാപ്പമാരുമായി യുദ്ധം ചെയ്തു. വഅബ്നാഅഹും, മക്കളുമായി യുദ്ധം ചെയ്തു. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ മകൻ അറിയാലോ, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, മദീനയിലെ കപട വിശ്വാസികളുടെ നേതാവ്. ആ മകൻ വന്നിട്ട് പറയും, അല്ലാഹുവിന്റെ റസൂലേ, ലൗ ശിഅ്ത അതൈതുക ബിറഅസിഹി, നിങ്ങൾ പറഞ്ഞാൽ എൻ്റെ വാപ്പാന്റെ തല ഞാൻ കൊണ്ടുവന്ന് തരാം. അത് റസൂലിനോടുള്ള സ്നേഹ. അവരാരും റബീഉൽ അവ്വൽ 12 ബിരിയാണി ചെമ്പേറ്റ് നടന്നിട്ടില്ല. മനസ്സിലായോ? അവരാരും മങ്കൂസോതിയിട്ടില്ല. അവരാരും ജന്മദിനത്തിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു ഇബാദത്തെന്ന് അധികം ചെയ്തിട്ടില്ല. ഇന്ന് പ്രവാചകന്റെ ജന്മദിനാഘോഷമല്ലേ, ഒരു സ്വലാത്ത് നമുക്ക് അധികം ചൊല്ലാം എന്ന് പ്രത്യേകമായി പറഞ്ഞവർ ചൊല്ലിയിട്ടില്ല. അതുകൊണ്ട് അവർ ചൊല്ലിയിട്ടില്ലെങ്കിലോ നമുക്ക് അവർ ചെയ്യാത്തൊരു ദീന് നമുക്കും വേണ്ട. ഇന്നലെ പറഞ്ഞല്ലോ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞത്, ആ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ മാലം യകുൻ യൗമൈദിൻ ദീനാ ലൈസൽ യൗമ ദീനാ, അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനല്ല. അത് ഏത് വലിയ ഖാലിയാർ കൊണ്ടുവന്നാലും എത്ര വലിയ ഹോജാവ് കൊണ്ടുവന്നാലും ശരി, ദീനിൽ റസൂൽ പഠിപ്പിക്കാത്തത് അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനാവുകയില്ല. അതിപ്പോൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ ബേജാറുകൊണ്ട് ഞങ്ങൾ ഖാദിയാനികളെ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞവരാന്ന് പറഞ്ഞിങ്ങനെ ഒരോളിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ജനങ്ങൾക്ക് സത്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ജനങ്ങൾക്ക് സത്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഞങ്ങളത് തുറന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യും.
ഞാൻ പറഞ്ഞു വരുന്നത് വിഷയം മാറിപ്പോകുന്നില്ല. സ്വഹാബത്ത് പ്രവാചകനെ സ്നേഹിച്ച രീതിയെക്കുറിച്ച് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോവുകയാണ്. ഹിജ്റ പോകുന്ന വേളയിൽ മുന്നോട്ടിങ്ങനെ നടക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നടക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രവാചകന്റെ പിറകിലോട്ട് വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പ്രവാചകൻ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ, ഒന്നുകിൽ നീ മുമ്പിൽ നടക്ക്, അല്ലെങ്കിൽ നീ പിറകിൽ നടക്കുന്ന, എന്താ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? അബൂബക്കർ പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പിന്നിൽ നടക്കുമ്പോൾ മുൻഭാഗത്തെ മലയുടെ അപ്പുറത്ത് നിന്ന് ഏതെങ്കിലും ശത്രുക്കൾ നിങ്ങൾ ആക്രമിക്കാൻ വരുമോ എന്ന പേടി എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ശരീരം കൊണ്ട് മുന്നോട്ട് വരുന്നത്. ഞാൻ മുന്നോട്ട് വന്നാലോ പിറകിൽ നിന്ന് ആരെങ്കിലും വന്നുകൊണ്ട് നിങ്ങൾ ആക്രമിക്കുമോ എന്ന പേടി തോന്നുകയാണ്. അതുകൊണ്ട് ഞാൻ പിന്നിലോട്ട് വരുന്നത്. എന്തൊരു സ്നേഹാണ്! അവർ ഇർത്തക്കബത്ത് പാടിയോ? അവർ ഷറഫുൽ അനാം പാടിയോ? അവർ മഹമൂദ് മാല പാടിയോ? അവർ ബർസഞ്ചി പാടിയോ? അവർ വീട്ടുമൗലി നടത്തിയോ? അവർ നാട്ടുമൗലി നടത്തിയോ? അവർ കൂട്ടുമൗലി നടത്തിയോ? അവർ ആളുകളെ പറ്റിച്ചോ? ഇല്ല, ഉണ്ടായിട്ടില്ല. കാരണം എന്താ? ആ സ്നേഹം ആത്മാർത്ഥമായിരുന്നു. അത് ദീനിന് വേണ്ടിയിട്ടായിരുന്നു, അത് സ്വർഗത്തിന് വേണ്ടിയായിരുന്നു. ഉഹദ് യുദ്ധത്തിലേക്ക് പ്രവാചകൻ പോവുകയാണ്. യുദ്ധത്തിന് പോകുമ്പോൾ പലപ്പോഴും പല യുദ്ധങ്ങളിലേക്കും പോകുമ്പോൾ പ്രവാചകൻ സ്വഹാബത്തിനോട് പിരിവൊക്കെ ആവശ്യപ്പെടും. പിരിവ് അന്നുള്ളതാണ്, കാരണം കാര്യങ്ങൾ നടക്കണമല്ലോ. ആളുകളോട് ആവശ്യപ്പെടും. പലരും ആയുധം കൊണ്ടുപോയി കൊടുക്കും. ചില ആളുകൾ കുതിരകളെ കൊണ്ടുവരും, ചില ആളുകൾ ധാന്യങ്ങൾ കൊണ്ടുവരും, ചിലർ പടയങ്കിയും പടത്തൊപ്പിയും കൊണ്ടുവരും. പ്രവാചകൻ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹു ഒരു സ്ത്രീ ഇങ്ങനെ വരിക, ഒരു ചെറിയ കുട്ടിയെയും കൊണ്ട്. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ഉമ്മു അമ്മാറ വരുന്നുണ്ട്, നോക്ക്, എന്താ ആവശ്യം നോക്ക്. ഉമ്മു അമ്മാറ പ്രവാചകൻ്റെ അടുക്കിലേക്ക് എത്തിയിട്ട് റസൂലിനോട് സംസാരിക്കുക. നബി ചോദിച്ചു, എന്തേ വന്നതെന്ന് ചോദിച്ചു. റസൂലെ, നിങ്ങൾ പിരിവ് ആവശ്യപ്പെട്ടു, എൻ്റെ കയ്യിലൊന്നും തരാനില്ല, എനിക്കുള്ളത് ഈ കുഞ്ഞാണ്, നിങ്ങൾ ഇതിനെ കൊണ്ടുപോകണം. റസൂൽ ചോദിച്ചു, ഞാൻ ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് യുദ്ധത്തിൽ എന്ത് ചെയ്യാനാ? അള്ളാഹിന്റെ റസൂലേ, ശത്രുക്കളുടെ വാളുകൾ നിങ്ങളുടെ ശരീരത്തിന് നേരെ വരുമ്പോൾ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ പരിചയമായി ഉപയോഗിക്കണം, നിങ്ങളുടെ ശരീരത്തിൽ വെട്ടേൽക്കരുത്. ആ സ്വഹാബി വനിതയുടെ സ്നേഹത്തിന്റെ തരിമ്പ് മങ്കൂസും ഏറ്റി നടക്കുന്ന, എന്താണ് മങ്കൂസ് എന്നറിയാത്ത നമുക്കുണ്ടോ? മങ്കൂസ് എന്താ ഞാൻ പഠിപ്പിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഇത് കഴിയട്ടെ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ. നമ്മൾ സ്വർഗത്തിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് എങ്കിൽ ഈമാനുള്ളവരെ പഠിച്ചോളൂ, ഖുർആനിലൂടെ പഠിച്ചോളൂ, പ്രവാചകന്റെ ചര്യയിലൂടെ പഠിച്ചോളൂ, പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ജീവിതത്തിലൂടെ എന്തായിരിക്കണം പ്രവാചക സ്നേഹം എന്നുള്ളത്. അവരാരും പ്രവാചകനെ സ്നേഹിക്കാത്തവരല്ല. ബദർ യുദ്ധം നടക്കുമ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു നബി ഇങ്ങനെ സൊഫ് ശരിയാക്കുക, ഓരോരുത്തരും നേരെ നിർത്തുകയാണ്. തന്നെ വടി കൊണ്ട് ഒന്നിങ്ങനെ കുത്തി നേരെ നിർത്താൻ വേണ്ടിയിട്ട് സവാദ് റളിയല്ലാഹുവിൻ്റെ വയറ്റത്ത് അദ്ദേഹം പറഞ്ഞു, റസൂലേ, നിങ്ങൾ എന്നെ വേദനിപ്പിച്ചു, എനിക്ക് പകരം കിട്ടണം. ലഖദ് ഔജഅതനി യാ റസൂലല്ലാഹ്, റസൂലേ, നിങ്ങൾ എന്നെ വേദനിപ്പിച്ചു. അപ്പോൾ റസൂൽ പറയാ, ഇസ്തഖിദ് മിന്നി യാ സവാദ്, സവാദ് നീ പകരം വീട്ടിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുപ്പായാണ് പൊന്തിച്ചു, കുത്തിക്കോളാൻ പറഞ്ഞു. സവാദിന് അങ്ങോട്ട് വടിയോണ്ട് കുത്തിയതല്ലേ, സൊഫ് ശരിയാക്കുമ്പോൾ പതുക്കെ അങ്ങനെ തോണ്ടി ശരിയാക്കിയതാ. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങൾ എന്നെ വേദനിപ്പിച്ചു. റസൂൽ കുപ്പായം പൊന്തിച്ച് പറഞ്ഞു, നീ പകരം വീട്ടിക്കോ. അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? ഫഹ്തളന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم جعل يكبل كشحه. അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് ആ വയറ്റത്തൊരു ഉമ്മ വെച്ചു. ഇതിന് പറയാണ്, യാ റസൂലല്ലാഹ്, ലഖദ് ളനൻതു അന്ന ഹാദൽ മുഖാമ ഹുവ ആഖിറുൽ അഹ്ദി ബിക. ഇത് ചിലപ്പോൾ ഞാനും നിങ്ങളും തമ്മിൽ അവസാനത്തെ ബന്ധമായിരിക്കും. യുദ്ധത്തിലേക്ക് ഇറങ്ങിയാണല്ലോ, ചിലപ്പോൾ ഷഹീദാകാം. ഫഹബബ്തു അൻ യമസ്സ ജിൽദി ജിൽദക കൈ ലാ തമസ്സനി അന്നാർ. എന്നെ തീ സ്പർശിക്കാതിരിക്കാൻ എൻ്റെ ശരീരം നിങ്ങളുടെ ശരീരവുമായി സ്പർശിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോയി റസൂലേ. എന്തോ ഒരു സ്നേഹമാണത്. അവരെന്തേ ഇന്ന് കാണിക്കുന്നൊന്നും ചെയ്യാതിരുന്നത്? അതുകൊണ്ട് ആ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലുള്ളതാണ് ദീന് എന്ന് പറയാനുള്ള കാരണം. അവരെന്ത് ചെയ്തു അത് നമ്മൾ ചെയ്യാം. മഹാനായ സയ്യിദ് ഇബ്നു ദസ്ന റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി. നസ്താസ് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തെ കൊല്ലുന്നതിന് മുമ്പ്, അന്ന് അബൂ സുഫിയാൻ മുസ്ലിം ആയിട്ടില്ല. അബൂ സുഫിയാൻ ചോദിച്ചു, ഈ സയ്യിദ് ഇബ്നു ദസ്നയെ പിടിച്ചുകൊണ്ടുപോയിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. എന്താ ചോദ്യം എന്നറിയോ? യാ സയ്യിദ് അതുഹിബ്ബു അന്ന മുഹമ്മദൻ അൽആന ഇൻദനാ മകാനക നളിബു ഉൻഖഹു വഇന്നക ഫീ അഹ്ലിക. നിന്റെ സ്ഥാനത്തിലൂടെ മുഹമ്മദിനെ കൊണ്ടുവന്നിട്ട് നീ നിന്റെ കുടുംബത്തിലാണ്, നീ സ്വതന്ത്രനാണ് വിചാരിക്കുക, ഞങ്ങൾ മുഹമ്മദിനെ തലയെടുക്കാം. നിന്റെ അഭിപ്രായം എന്താ?
അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? വല്ലാഹി മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ അൽആന ഫീ മകാനിഹി അല്ലദീ ഹുവ ഫീഹി തുസീബുഹു ശൗകത്തുൻ തുദീഹി വഇന്നീ ജാലിസുൻ ഫീ അഹ്ലി. ഞാൻ എൻ്റെ വീട്ടിലിരുന്നിട്ട് എനിക്ക് പകരം പ്രവാചകനെ കൊണ്ടുവന്ന് നിങ്ങൾ തലയെടുക്കാന്ന് പറഞ്ഞില്ലേ, അത് പോയിട്ട് എൻ്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്താ അവർക്ക് നബിയോട് സ്നേഹല്ലേ? ആ വാക്കിന്റെ അർത്ഥം എന്താ? ഇതുപോലെ സഹോദരന്മാരെ, പ്രവാചകന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട്, പ്രവാചകന്റെ നിരോധനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, പ്രവാചകൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും കൃത്യമായി പിൻപറ്റിക്കൊണ്ട് അങ്ങനെ സ്വഹാബത്ത് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറഞ്ഞാൽ അപ്പം അവർ കൊണ്ടുവന്നു കൊടുക്കും. മൻ ജഹസ ജയ്സൽ ഉസ്റ ഫലഹുൽ ജന്ന. തബൂക്കിലേക്കുള്ള യുദ്ധത്തെക്കുറിച്ച്, സൈന്യത്തെക്കുറിച്ച് പറഞ്ഞതാ. ഈ സൈന്യത്തെ ആര് ഒരുക്കിയോ സ്വർഗമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പെട്ടെന്നൊക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. ബിർ റൂമ, മുസ്ലിങ്ങൾക്ക് വാങ്ങി കുടിക്കാൻ വേണ്ടി ഫ്രീ ആക്കി കൊടുത്താൽ സ്വർഗമുണ്ട്. ദാ സ്വഹാബത്ത് പൈസയ്ക്ക് വേണ്ടി ഓടുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തു റസൂലേ. എന്ത്? പ്രവാചകൻ ഒരു കാര്യം പറയുമ്പോൾ ഉടനെ അത് സ്വീകരിക്കുന്നത്, ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഉടനെ ഒഴിവാക്കുന്നത്, അത് പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമാണ്. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് സഹോദരന്മാരെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ഉമ്മത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സംഗതിയും അതുതന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. ആ സ്നേഹം എന്ന് പറയുന്നത് പ്രവാചകന്റെ കൽപ്പനകളെ പിൻപറ്റലാണ്. അതിനൊരു പ്രത്യേകമായ ഒരു മാസം വരേണ്ടതില്ല. 24 മണിക്കൂറും വേണം. വർഷത്തിൽ എല്ലാ ദിവസങ്ങളിലും വേണം. രാവിലെ നമ്മൾ എഴുന്നേറ്റു, ഇതാ ഇന്ന് രാവിലെ പ്രഭാതത്തിൽ നമ്മൾ സുബൈക്ക് കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ, ആ ദുആ ചൊല്ലി നിങ്ങൾ എഴുന്നേറ്റാൽ പ്രവാചകനെ സ്നേഹിച്ചു. അതിന് ഉസ്താദ് വേണ്ട, അതിന് പണച്ചെലവില്ല, അതിന് എവിടെയും കൂടി നിൽക്കേണ്ട ആവശ്യമില്ല, അതിന് റോഡ് ബ്ലോക്ക് ആക്കേണ്ട ആവശ്യമില്ല, അതിന് നടന്ന് തിന്നേണ്ട ആവശ്യമില്ല, ഒരു തെറ്റും ചെയ്യണ്ട. കിടപ്പറയിൽ നിന്ന് കിടന്നുകൊണ്ട് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ, അത് പ്രവാചകനോടുള്ള സ്നേഹമാണ്. എൻ്റെ സുന്നത്തിനെ നിങ്ങൾ സ്നേഹിക്കുക, പിൻപറ്റുക. അതല്ലേ റസൂൽ പഠിപ്പിച്ചത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹനെ ഇഷ്ടപ്പെടുന്നുവോ, നിങ്ങൾ എന്നെ പിൻപറ്റുക. അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും. പിൻപറ്റലാണ് സ്നേഹം. എണീറ്റു കിടപ്പറയിൽ നിന്ന്, പിന്നെയോ നേരെ പോവുക പള്ളിയിലേക്ക്. നമ്മൾ അല്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത്തേ കാല് ധരിച്ചു, അത് സ്നേഹമാണ്, കൂലി കിട്ടി. പള്ളിയിലേക്ക് പോകുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, പ്രവാചകനെ സ്നേഹിച്ചു. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ വഫീ ലിസാനി നൂറാ വഫീ സമഈ നൂറാ വഫീ ബസരി നൂറാ വഅൻ യമീനി നൂറാ വഅൻ യസാരി നൂറാ. സുദീർഘമായ ദുആയാണ്. റബ്ബേ, ഖൽബിൽ നൂറ് നൽകണേ, കണ്ണിന് നൂറ് നൽകണേ, കാതിന് നൂറ് നൽകണേ, ഇടത്തും വലത്തും മുകളിലും താഴെയും പ്രകാശം നൽകണേ അല്ലാ. പള്ളിയിലേക്ക് പോകുമ്പോൾ ദുആയാണ്. അത് ചൊല്ലിയാൽ പ്രവാചകനെ സ്നേഹിച്ചു. അതിന് റബീഉൽ അവ്വൽ 12 വരണോ? അതിന് ഉസ്താദ് വേണോ? അതിന് മുമ്പിൽ ബാനർ വേണോ? അതിന് ദഫ്മുട്ട് വേണോ? അതിന് ചാടിക്കളി വേണോ? ഒന്നും വേണ്ട. അതെല്ലാം പുത്തനാചാരങ്ങളാണ്, ബിദ്അത്തുകളാണ്. എല്ലാ ബിദ്അത്തുകളും പിഴച്ചതാണ്. ആ ബിദ്അത്ത് ചെയ്യുന്ന പുത്തൻവാദികളാകരുത് നമ്മൾ. നമ്മൾ പഴയവാദത്തിന്റെ ആളുകളാകണം. ആരാ പുത്തൻവാദി? പുതിയതുണ്ടായത് ചെയ്യുന്നവൻ, പുതിയത് ചെയ്യണമെന്ന് പറയുന്നവൻ. നമ്മൾ പുത്തൻവാദികളാകരുത്, നമ്മൾ പഴയവാദത്തിന്റെ ആളുകളാകണം. പ്രവാചകന്റെ കാലഘട്ടത്തിൽ എന്തുണ്ടോ അത് നമ്മൾ ചെയ്യണം. പ്രവാചകനെ സ്നേഹിക്കാൻ കൊല്ലം തികയേണ്ട ആവശ്യമില്ല, റബീഉൽ അവ്വലിന്റെ ആവശ്യമില്ല, അത് 12ന്റെ ആവശ്യമില്ല. എന്നും വേണം, എല്ലാ ദിവസവും വേണം. പള്ളിയിലേക്ക് എത്തി ആദ്യം വലതുകാൽ വെച്ച് കയറുകയാണ്. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക അഊദു ബില്ലാഹിൽ അലീം ബിവജീഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം. ഇതൊന്നും ഉസ്താദുമാർ പഠിപ്പിച്ചിട്ടുണ്ടാവൂല, പഠിപ്പിക്കില്ല. അതുകൊണ്ട് അവർക്കൊരു കാര്യമൊന്നുമില്ല. അതിപ്പോൾ നിങ്ങൾ ചൊല്ലിയോണ്ട് അവർക്കൊരു കാര്യമില്ല. പക്ഷേ നിങ്ങൾ മൗലൂദ് ഓതിയില്ലെങ്കിൽ അവർക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യമേ പറയുള്ളൂ. പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കൂല, പഠിക്കേണ്ടത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. അത് ഇത് മാത്രമല്ല, ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. ഖബറിങ്ങ പോകുമ്പോൾ ഉസ്താദ് വേണം, ഒരു 500ന്റെ നോട്ട് കൊടുക്കണം, ഉസ്താദിനെ കൊണ്ട് ദ്വയർപ്പിക്കണം. അങ്ങനെയല്ലേ? എന്നാൽ അവിടെ ചൊല്ലേണ്ട ദ്വ എന്താ നമുക്കറിയില്ല.
വാപ്പ മരിച്ചു കിടക്കുമ്പോൾ ഉസ്താദ് അവിടെ വരണം, ഉസ്താദ് ഒന്ന് ദ്വാരക്കണം, ഉസ്താദ് ഒന്ന് യാസീൻ ഓതണം, എന്നിട്ടൊരു പാർസൽ സർവീസ് അവിടെ നടത്തണം. എന്നാൽ വാപ്പാന്റെ മയ്യിത്ത് കാണുമ്പോൾ അല്ലാഹു മഗ്ഫിർ ലി ഹാദൽ മയ്യിത്തി വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖലിഫഹു ഫി അഖബിഹി മിനൽ ഗാബിരീൻ വഗ്ഫിർ ലഹു വലനാ യാ റബ്ബൽ ആലമീൻ. ആ ദുആ ചൊല്ലാൻ നമുക്കറിയില്ല. അങ്ങനെ ദുആ ഉണ്ട്. ഉസ്താദ് പഠിപ്പിച്ചിട്ടില്ല. ഓൽക്ക് ഫത്വ പറക്കാനേ അറിയുള്ളൂ, ഇത് കേൾക്കരുത്. പക്ഷെ ആ കാലം കഴിഞ്ഞു ഉസ്താദുമാരെ, ആ കാലം കഴിഞ്ഞു പോയി. കേൾക്കരുത്, കാണരുത്, മിണ്ടരുത്, അതൊക്കെ പണ്ട്. ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. ആളുകൾ രാത്രി വീടുകളിൽ മലർന്നു കിടന്ന് മൊബൈൽ കൊണ്ട് ഇത് കേൾക്കും. അള്ളാന്റെ ദീനാണ് ഈ പറയുന്നത്. സ്വന്തം വാചക കസർത്തുകളല്ല, ഖുർആനിന്റെ ആയത്തുകളും പ്രവാചകന്റെ വചനങ്ങളുമാണ്. കേൾക്കും അവര്. അല്ലാഹ് ഹിദായത്ത് ഉദ്ദേശിച്ച ആളുകൾക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പറഞ്ഞു വരുന്നത്, പള്ളിയിലേക്ക് പോകുമ്പോൾ പ്രവാചകനെ സ്നേഹിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇറങ്ങി വരികയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക. അവിടെ അങ്ങോട്ട് വൈകുന്നേരം വരെ ഓരോ സന്ദർഭങ്ങളിലെ ദുആകൾ, പ്രാർത്ഥനകൾ, ദിക്റുകൾ അല്ലേ? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത എന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ മുതൽ 23ഓളമുള്ള ദുആകൾ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 തവണ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് തുടങ്ങുന്ന ദിക്ർ 100 തവണ. അങ്ങനെ ഓരോന്നോരോന്നായി രാവിലത്തെ ദിക്റുകൾ. ഇത് ചൊല്ലാനിരുന്നോ പൈസക്ക് ചെലവില്ല. കാരണം അത് ബിദ്അത്തല്ല, അത് റസൂൽ പഠിപ്പിച്ചതാണ്, പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക, രാവിലെ ബസ്സിലേക്ക് വാഹനത്തിൽ കയറുക, അല്ലെങ്കിൽ ബൈക്ക് എടുത്ത് പോവുക, ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലേ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ആര് ചൊല്ലാറുണ്ട് സഹോദരങ്ങളെ? ഇങ്ങനെ നബി ആര് സ്നേഹിക്കാറുണ്ട്? ഞാൻ നിങ്ങളെ ചോദ്യം ചെയ്യല്ല, ദേഷ്യം പിടിപ്പിക്കല്ല, ആത്മാർത്ഥമായി വിലയിരുത്താൻ വേണ്ടി മാത്രം ചോദിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ടോ? പ്രവാചകനും പറഞ്ഞു, എന്താ ഹദീസിൽ കാണാ, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസഅ. അള്ളാഹുവിന്റെ റസൂൽ ഖസഅ നിരോധിച്ചിരിക്കുന്നു. എന്താ ഖസഅ? തലയുടെ മുടി നടുവിൽ നിർത്തിയിട്ട് സൈഡ് മൊത്തം ചുരണ്ടിക്കളയാ, ഇളനീർ ചെത്തിയ പോലെ. കണ്ടിട്ടില്ലേ? ഇത് റസൂൽ നിരോധിച്ചു. നബിദിന ജാഥയിൽ ആ മുടിയൊക്കെ അങ്ങനെ വെട്ടി മോൾക്ക് ഇങ്ങനെ നിർത്തിയിട്ട് ആ റസൂൽ എന്ത് നിരോധിച്ചോ ആ തലയുമായി നബിദിന റാലിയിൽ വരുമ്പോ ഈ തല റസൂൽ നിരോധിച്ച തലയാണെന്ന് പറയാൻ മുസ്ലിംമാർക്ക് ധൈര്യമുണ്ടോ? ഇല്ല. എന്നാ പിന്നെ ഓന അതിന് കിട്ടൂല. അവർ എന്ത് ബിദ്അത്ത് ചെയ്താലും കുഴപ്പമില്ല, തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, ജാഥയിൽ ആളുവാണ്, അതിലാള് കുറയരുത്. അതേ അവരാവശ്യമുള്ളൂ. നെരിയാണിക്ക് താഴെ തുണിയെടുത്താൽ നരകത്തിലാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നബിദിന ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന സഹോദരന്മാരെ കാണുമ്പോൾ ഈ വസ്ത്രധാരണം തെറ്റാണ്, ഇത് പാടില്ലെന്ന് പറയാൻ നബിദിന ജാഥയുടെ മുമ്പിൽ ബാനറും പിടിച്ചു നിൽക്കുന്ന ഉസ്താദുമാർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആകെ ഉള്ളതൊരു ഖുതുബ, അത് മൂപ്പർക്കും തിരിയില്ല, കേൾക്കുന്നവർക്കും തിരിയില്ല, ആർക്കും മനസ്സിലാവൂല. അതൊരു സർക്കസായിട്ട് വെള്ളിയാഴ്ച അങ്ങനെയും പോകും. ഇതല്ലേ നമ്മുടെ ദീനിന്റെ അവസ്ഥ? അതുകൊണ്ടൊക്കെ ഒന്ന് മാറി ചിന്തിക്കണം എന്ന് പറയാനാ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. അപ്പോ രാവിലത്തെ ദിക്റുകള്, പിന്നെയുള്ള ദുആകള്, വൈകുന്നേരമായാലും ദിക്റുകള്, അവസാനം നമ്മൾ രാത്രി കിടപ്പറയിലേക്ക് പോകുമ്പോ എന്താ വേണ്ടത്? ഇദാ അഖദത മൽജഅക ഫതവല്ല വുളുഅക ലിസ്വലാത്ത്. നീ കിടപ്പറയിലേക്ക് പോകുമ്പോ നമസ്കാരത്തിനെന്ന പോലെ നീ വുളു എടുക്കണം. എന്നിട്ട് നീ കിടപ്പറയിലേക്ക് ചെന്നിട്ട് വലതു ഭാഗത്തേക്ക് ചെരിയണം. കൈപ്പത്തി വലതു കവിളിന് അടിയിൽ വെക്കണം. ചൊല്ലേണ്ട 8ഓളം ദിക്റുകളുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വറസഖനാ വകഫാനാ വആവാനാ എന്ന് തുടങ്ങുന്ന ദുആയുണ്ട്. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി സബ്ഇ വൽ അർളി എന്ന് തുടങ്ങുന്ന ദുആയുണ്ട്. അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർളി ആലിമൽ ഗൈബി വശഹാദ എന്ന് തുടങ്ങുന്ന ദുആയുണ്ട്. അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തുബഅസു ഇബാദുക എന്ന ദുആയുണ്ട്. ബിസ്മിക റബ്ബി വലഅതു ജംബി അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി വഅഖ്സി ശൈത്വാനി വഫുക റിഹാനി വജഅൽനി ഫി നദിയിൽ ആല. ഉറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദുആയാണ് ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉ ഇൻ അംസകത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബി ഇബാദക സ്വാലിഹീൻ. സഹോദരങ്ങളെ, ഇതൊന്നും ാണ് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? എനിക്ക് നബിനെ സ്നേഹമാണ്, ഞാൻ അന്ന് കുറേ ചോറിന്നു. ഇതൊന്നും പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗമല്ല. ഈ സുന്നത്തുകൾ പഠിക്കണേ എന്നാ പറയാനുള്ളത്. ഇത് മുജാഹിദുകളോടും പറയാണ്, എല്ലാവരോടും പറയാണ്. നമ്മുടെ പരലോകത്തിലേക്കുള്ള ഇതൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ പോകും. ഈ ചൊല്ലുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും പരലോകത്തേക്ക് നമുക്ക് ബാക്കിയാകും. അങ്ങനെ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിച്ചാൽ ആ സ്നേഹത്തിന് ഒരു കൊല്ലത്തിൻ്റെയോ പ്രത്യേക സമയത്തിൻ്റെയോ ആവശ്യമില്ല. എന്നും നമുക്ക് എന്തിനു സാധിക്കും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുവാൻ സാധിക്കും. അപ്പോൾ പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റലാണ് പ്രവാചക സ്നേഹം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്
എന്ന ആയത്തുണ്ടല്ലോ, നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഹദീസിൽ കാണാൻ സാധിക്കും, ഐ ലൈസ ത്വരീഖു ഇലാ മഹബ്ബത്തില്ലാഹി ഇല്ലാ ഇത്തിബാഉ ഹബീബിഹി. നബിയുടെ അള്ളാഹുവിൻ്റെ ഹബീബിനെ പിൻപറ്റലല്ലാതെ അള്ളാഹുവിലേക്കുള്ള സ്നേഹത്തിന് വേറെ മാർഗമില്ല. വലാ യുതവസ്സലു ഇലൽ ഹബീബി ബിശൈഇൻ അഹ്സന മിൻ മുതാബഅത്തി ഹബീബിഹി. അള്ളാഹുവിൻ്റെ പ്രവാചകനോടുള്ള സ്നേഹം എന്തു തന്നെയാണ്? ആ പ്രവാചകനെ പിൻപറ്റലാണ്. ദാലിക റിളാഹു, അതാണ് അള്ളാഹിൻ്റെ തൃപ്തി നേടാനും ആവശ്യമായിട്ടുള്ള കാര്യം. ഇത് എല്ലാ പണ്ഡിതന്മാരും ഈ ആയത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഖാലി അയാദ് നേരത്തെ പറഞ്ഞ അശ്ശിഫ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാണ്, ഫമൻ ഇബ്തസഫ ബിഹാദിഹി സിഫ, ഈ സിഫത്ത് ആരെങ്കിലും സ്വീകരിച്ചാൽ, അതായത് അള്ളാഹിനെ സ്നേഹിക്കുക, പ്രവാചകനെ പിൻപറ്റുക, ഇതാരെങ്കിലും സ്വീകരിച്ചാൽ, യാനി അതായത് അൽ ഇഖ്തിദാഉ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനെ മാതൃകയായി സ്വീകരിച്ചാൽ, ഫഹുവ കാമിലുൽ മുഹബ്ബത്തി ലില്ലാഹ്, അവൻ അള്ളാഹിനെ പരിപൂർണമായി സ്നേഹിച്ചവനാണ്. വറസൂലഹു, അവന്റെ റസൂലിനെയും സ്നേഹിച്ചവനാണ്. വമൻ ഖാലഫഹാ, അതിനാരെങ്കിലും എതിരെ പ്രവർത്തിച്ചാൽ, ഫീ ബഅദി ഹാദിൽ ഉമൂരി, ഈ പറഞ്ഞ വിഷയങ്ങളിൽ, ഫഹുവ നാഖിസുൽ മഹബ്ബ, അവൻ സ്നേഹം കുറഞ്ഞവനാണ്. അപ്പോൾ സഹോദരന്മാരെ, എന്നും സ്നേഹിക്കണം എന്നർത്ഥം. എന്നാൽ ഇനി നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്താ? ഇൻഷാ അല്ലാഹ് ഞാൻ ആ ഭാഗം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരു വിഷയം കൂടി ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ സംസാരിക്കാനുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, മിനിഞ്ഞാന്ന് ഇവിടെ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, നല്ലതല്ലേ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ പലതും ചെയ്യുന്നു. അങ്ങനെയാണ് ദീനിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അള്ളാഹ് പറയാണ് സൂറത്തുൽ കഹ്ഫിലെ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, കർമ്മങ്ങൾ ചെയ്തിട്ടും നഷ്ടത്തിൽ വിട്ടുപോയ ആളുകൾ ആരാണെന്ന് പറഞ്ഞു തരട്ടെയോ? കർമ്മം ചെയ്ത് ഒരുപാട് ചെമ്പേറ്റി നടന്നിട്ടുണ്ട്, ഒരുപാട് മാല കെട്ടിയിട്ടുണ്ട്, കുറേ ബലൂണ് കെട്ടിയിട്ടുണ്ട്, കുറേ ഉറക്കുളച്ചിട്ടുണ്ട്. കരയിലൊക്കെ മാല കെട്ടിയിട്ട് രാത്രി കമ്പി പോലും കണ്ണ് കാണാണ്ട് ഇലക്ട്രിക് ലൈനിൽ പോയിട്ട് അടിച്ചു മരിച്ചിട്ടുണ്ട്. നബിദിനത്തിന് ഷഹീദായ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ അധ്വാനിച്ചതാണ്. അല്ലാഹ് പറയാ, ഇങ്ങനെ പണിയെടുത്തിട്ടും ബിൽ അഖ്സരീന അഅമാല, കർമ്മങ്ങൾ ചെയ്തിട്ടും നഷ്ടത്തിൽ പെട്ടുപോയ ആളുകൾ ആരാണ്? അല്ലദീന വല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, ഈ ലോകത്തെ പ്രവർത്തനങ്ങളൊക്കെ വെറുതെയായി പോയി. വഹും യഹ്സബൂന, അവർ കരുതുന്നു, കണ്ടോ, അവർ കരുതുന്നു, അന്നഹും യുഹ്സിനൂന സുൻആ, നല്ലതല്ലേ ചെയ്യുന്നത് എന്ന്. മൗലൂദല്ലേ, മദ്ഹല്ലേ, പാട്ടല്ലേ, എന്താ കുഴപ്പം? സ്നേഹം കൊണ്ടല്ലേ? അതല്ല പറഞ്ഞത്, വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവർ നല്ലതല്ലേ ചെയ്യുന്നത് എന്നവർ കരുതി പോകുന്നു. ആ കരുതണ്ട, പരലോകത്ത് വന്നാൽ ഇതൊന്നും ഉണ്ടാവൂല. അപ്പൊ അതെന്തുകൊണ്ടാണ് നമ്മൾ തെറ്റാന്ന് പറയുന്നത്? അങ്ങനത്തെ ഒരു സംഗതി ഇസ്ലാമിൽ ഇല്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ഖുർആനിൽ അങ്ങനെ ഒന്നുമില്ല, ഹദീസിൽ അങ്ങനെ ഒന്നുമില്ല, പ്രവാചകനെ സ്നേഹിച്ച സ്വഹാബത്തിന്റെ ജീവിതത്തിലില്ല, ശേഷം വന്ന താബികളുടെ ജീവിതത്തിലില്ല, പിന്നെ വന്ന തബഉ താബികളിലില്ല, പിന്നെ വന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിലില്ല, ഹദീസിന്റെ പണ്ഡിതന്മാരിലില്ല, മദ്ഹബിന്റെ ഇമാമുമാരിലില്ല. പിന്നെ വന്നതെന്ന ഹിജ്റ 300-കൾക്ക് ശേഷം. ആ ചരിത്രം ഞാൻ കുറച്ചുകൂടെ പറഞ്ഞുതരാം. കാരണം നമ്മുടെ സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന നല്ലവരായ ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അവർ പലതിനെയും പേടിച്ചിട്ടാണ്. അതും അവർ പറഞ്ഞിട്ട് കാര്യമല്ല, ദുനിയാവല്ലേ. കാരണം പെണ്ണ് കെട്ടണം, അവരിവിടെ വീട് വെക്കണം, പിന്നെ ഇവിടെ ജീവിക്കണം. അപ്പം അതിനൊക്കെ ചില ഭീഷണികളുണ്ടാവും. നിങ്ങൾ അങ്ങനെ ഇത് കേൾക്കാൻ പോയാൽ അത് പഠിച്ചാൽ ഇവിടെ ചോദ്യം, അങ്ങനെയൊക്കെ പല ഭീഷണികളുണ്ടാവും. അതുകൊണ്ട് ആ സാധുക്കൾ ഇങ്ങനെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് എന്താ പറയാണെന്നറിയോ? റിസ്ക് തരുന്നവൻ അള്ളയാണ്. ആരുമില്ലാത്ത മൂസാ നബിക്ക് പെണ്ണിനെ കൊടുത്തത് ആരാ? റബ്ബി ബിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ എന്നൊരു മരത്തിന് ചുവട്ടിപ്പോയിരുന്ന് പ്രാർത്ഥിച്ചില്ലേ? റബ്ബേ, നീ എന്ത് ഖൈർ തന്നാലും ഞാൻ ആവശ്യമുള്ളവനാണ് എന്ന് മൂസാ നബി പ്രാർത്ഥിച്ചപ്പോൾ പെണ്ണും കൊടുത്തു അല്ല, ജോലിയും കൊടുത്തു അല്ല, പൈസയും കൊടുത്തു അല്ല, എല്ലാ താമസ സൗകര്യം കൊടുത്ത് അങ്ങനെ 5-8 കൊല്ലം ആ നാട്ടിൽ താമസിച്ചിട്ടാണ് പിന്നെ മിസ്രിലേക്ക് തിരിച്ചു പോരുന്നത്. അല്ലാഹ് തരും. ഒമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, അല്ലാഹുവിൽ ബരമേൽപ്പിക്ക്. നമുക്ക് ജന്മം നൽകിയത്, നമ്മുടെ സൃഷ്ടിപ്പ് അല്ലാഹുവിൻ്റെ കയ്യിലാ, നമ്മുടെ മരണം അല്ലാഹുവിൻ്റെ കയ്യിലാ, അതിനിടക്കുള്ള ജീവിതം അല്ലാഹുവിൻ്റെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ ഒമൻ യബ്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അല്ലാഹ് നിങ്ങളുടെ മുമ്പിൽ വഴി തുറന്നു തരും എന്നാണ് ആ സഹോദരന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ ഖുർആനിലില്ലാത്ത, ഹദീസിലില്ലാത്ത, സ്വഹാബത്തിന്റെ ജീവിതത്തിലില്ലാത്ത, മുൻകാലത്തൊന്നുമില്ലാത്ത ഈ ആചാരം എപ്പോൾ കടന്നു വന്നു, എങ്ങനെ കടന്നു വന്നു? 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. ഷെയ്ഖ് താജുദ്ദീൻ
അദ്ദേഹം മാലിക്കി മദ്ഹബിലെ പണ്ഡിതനാണ്. അൽ ഫാക്കിഹാനി എന്നറിയപ്പെടുന്ന താജുദ്ദീനുൽ ഫാക്കിഹാനി അൽ മാലിക്കി റഹിമഹുല്ല, എല്ലാവരും സമസ്തക്കാരും ഒക്കെ അംഗീകരിക്കുന്ന പണ്ഡിതനാ. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ അസ്സുനനു വൽ മുബ്തദഅത്ത് എന്ന് പറയുന്ന സുന്നത്തുകളും ബിദ്അത്തുകളും എന്ന ഗ്രന്ഥമുണ്ട്. അതിൽ പറയാണ്, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്ന. കിതാബിലോ സുന്നത്തിലോ ഒരു അസ്ലുമില്ല, അടിസ്ഥാനവുമില്ല. വലാ യുൻഖൽ അമലുഹു അൻ അഹദിൻ മിനൽ ഉലമാഇൽ ഉമ്മ. ഈ ഉമ്മത്തിന്റെ ആദ്യകാല ഉലമാക്കളിൽ നിന്ന് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അല്ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ, ദീനിൽ മാതൃകയാക്കാവുന്ന ഉലമാക്കൾ. ഇപ്പൊ കുറെ താജുൽ ഉലമയും ശംസുൽ ഉലമയും സുൽത്താൻ ഉലമയൊക്കെ ഉണ്ട്. അതല്ല പറയണത്. നമുക്ക് മാതൃകയാക്കാവുന്ന പഴയകാല ഉലമാക്കൾ, ഉമ്മത്തിന്റെ ആദ്യ തലമുറക്കാർ, അവരിൽ നിന്ന് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അതാ നമ്മുടെ ഉസ്താദും പാടിയത്, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാണ്. ഹിജ്റ 300 ശേഷം വന്നതാണ്. എന്താ 300 പ്രത്യേകത? ഖൈറുന്നാസി ഖർനി തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ല തലമുറ എൻ്റെ തലമുറയാണ്, സ്വഹാബികള്, പിന്നെ താബിഅകള്, തബഉ താബിഅകള്. ആ ഉത്തമ തലമുറയിൽ അങ്ങനത്തെ ഒരു ഏർപ്പാടില്ല എന്ന് ഇത് ചെയ്യുന്ന ആളുകൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ ബേജാറ്? പിന്നെ എന്താ നിങ്ങൾക്ക് ബേജാറ്? തടവ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ എഴുതി വെച്ചതാണത്. അത് 300 വരെ ഇല്ല. അതാണ് ഈ താജുദ്ദീൻ ഫാക്കിഹാനിയും പറഞ്ഞത്, മുൻഗാമികളിൽ നിന്ന് വന്നിട്ടില്ല. പിന്നെയോ ബൽ ഹുവ ബിദ്അത്തുൻ, അത് ബിദ്അത്താണ്. ബിദ്അത്ത് ചെയ്യുന്നവനാരാ? ബിദ്അയാണ്, അവൻ പുത്തൻവാദിയാണ്. അഹദസഹൽ ബത്താലൂൻ, അത് ബാത്തുലിന്റെ ആളുകൾ ഉണ്ടാക്കിയതാണ്. വശഹവതു നഫ്സിൻ, ദേഹേച്ഛക്കാരുണ്ടാക്കിയതാണ്. യഅതനാ ബിഹൽ അക്കാലൂൻ, ശാപ്പാട്ടിരാമന്മാർ കൊണ്ടു നടക്കുന്നതാണ്. എത്രയോ കൊല്ലം മുമ്പ് അദ്ദേഹം എഴുതി വെച്ച കാര്യമാണ്. ആര് ബത്താലൂൻ എന്ന് പറഞ്ഞാൽ ബാത്തുലിന്റെ ആളുകൾ ആരാ? അവരാണ് സഹോദരങ്ങളെ ഷിയാക്കൾ. നമ്മുടെ സഹോദരങ്ങളായ സമസ്തയിലെ സുഹൃത്തുക്കളിലേക്ക് കടന്നു വന്ന പലതും, അതിനെല്ലാം അടിവേറുകൾ പരിശോധിച്ചാൽ ജാറം മുതൽ ദർഗകൾ മുതൽ പലതും ഷിയാക്കളുടെ സമ്മാനങ്ങളാണ്, ഷിയാക്കളിൽ നിന്ന് ഏറ്റെടുത്തതാണ്. അത് ജന്മദിനാഘോഷമാണെങ്കിലും ശരി, മറ്റും നഹ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കലാണെങ്കിലും ശരി, അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥിക്കുന്ന വിഷയമാണെങ്കിലും ശരി, പലതും ഷിയാക്കളിലൂടെ കടന്നു വന്നതുണ്ട്. ജന്മദിനാഘോഷത്തിന് തുടക്കമിടുന്ന കേട്ടോളൂ, വകാനലിൽ ഫാത്തിമിയീന ഫീ തൂരിസ്സന. കൊല്ലം മുഴുവൻ ഫാത്തിമിയാക്കൾക്ക് ചില ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. ആരാ ഫാത്തിമിയാക്കള്? ഷിയാക്കളാണ്. അതാണ് ഇദ്ദേഹം പറഞ്ഞത്, ബാപ്തിലിന്റെ ആളുകളാന്ന് പറഞ്ഞത്. ഏതാണ് ആഘോഷങ്ങൾ? അതാണ് മൗസിമു റഅസിസ്സന, ന്യൂ ഇയർ ആഘോഷം. കൊല്ലം തുടങ്ങുമ്പോൾ ആഘോഷം ഉണ്ടല്ലോ, അത് അന്നുള്ളതാ ഫാത്തിമിയാക്കളുടെ കാലത്ത്. വയൗമു ആശൂറ, മുഹറം 10 ആഘോഷം, അതിലേക്ക് അറിയാലോ, അത് ഷിയാക്കളുടെയാ. വ മൗലിദുൻ നബി, പ്രവാചകന്റെ മൗലിദ് ജന്മദിനം. വ മൗലിദു അലി ബിൻ അബി ത്വാലിബ്, അബൂ ത്വാലിബിന്റെ ജന്മദിനം. വ മൗലിദുൽ ഹസൻ വ മൗലിദുൽ ഹുസൈൻ അലൈഹിമസ്സലാം, വ മൗലിദു ഫാത്തിമത്തു സഹറ. ഇവരൊക്കെ ജന്മദിനാഘോഷങ്ങൾ ഉണ്ടായിരുന്നു. ഇതാരാ തുടങ്ങിയത്? പിന്നെ ഒരു മിസ്റിലെ ഒരു പ്രഗത്ഭനായ പണ്ഡിതനാണ് അലി മഹ്ഫൂദ്, ചരിത്രങ്ങൾ എഴുതുന്ന പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, അവ്വലു മൻ ഹദസഹാ ബിൽ ഖാഹിറ, കൈറോവിൽ ഇത് ആദ്യമായി തുടങ്ങിയത് അൽ ഖുലഫാഉൽ ഫാത്തിമിയൂൻ, ഫാത്തിമി ഭരണാധികാരികളാണ്. ഫിൽ ഖർനി റാബിഅ, 4-ാം നൂറ്റാണ്ടിൽ. അതാണ് അത് ഹിജ്റ 300 ശേഷം വന്നതാ. 300 കഴിഞ്ഞിട്ടാണ് നബിദിനം വന്നത് എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇതൊരു ചരിത്ര സത്യമാണ്. അന്തവർ 6 മൗലിദുകൾ തുടങ്ങി. അൽ മൗലിദുൻ നബവി എന്നിട്ട് എണ്ണി പറയാം. മൗലിദുൻ അതിൽ ഒന്നാണ് ഏത്? നബിദിന ആഘോഷം. അപ്പോൾ ഹിജ്റ 400കളിലൂടെ എങ്ങനെ കടന്നു വന്നതാണ്. ആരാ? ഫാത്തിമികൾ. അതുകൂടി ഒന്ന് മനസ്സിലായിക്കോളി. അപ്പോൾ ഫാത്തിമകളിലൂടെയാണ് ജന്മദിനാഘോഷം വരുന്നത്. ആരാ ഫാത്തിമികൾ? ഇബ്നു കസീർ തഫ്സീർ എഴുതിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ കിതാബുണ്ട് അൽ ബിദായത്തു വൻ നിഹായ. അതിൽ അദ്ദേഹം പറയാണ്, ഈ ഫാത്തിമികൾ എന്ന് പറഞ്ഞാൽ അത് കാന അവ്വലു മൻ മലക മിൻഹുമുൽ മഹ്ദി. മഹ്ദി എന്ന് പേരുള്ള ഒരാളാണ് ഫാത്തിമി ഭരണകൂടത്തിൻ്റെ ആദ്യത്തെ അധികാരി. വകാന മിൻ സെൽമിയത്തി, അദ്ദേഹം സെൽമിയ പ്രദേശത്തുകാരനാണ്. ഹബ്ദാദൻ, ഒരു കരിവാനായിരുന്നു, ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ആളായിരുന്നു.
വകാന യഹൂദിയൻ, ജൂതനായിരുന്നു. ഫബദഖല ബിലാദൽ മഗ്രിബി, അയാൾ പടിഞ്ഞാറൻ മൊറോക്കോ പ്രദേശങ്ങളിലേക്ക് പ്രവേശിച്ചു. വതസമ്മാ ബിഉബൈദില്ലാ, എന്നിട്ട് ആ ജൂതൻ തൻ്റെ പേര് എന്ത് പറഞ്ഞു? ഞാൻ ഉബൈദുള്ളയാണെന്ന് പറഞ്ഞു ജൂതനെ. എന്നിട്ടോ വബ്ദഅ അന്നഹു ശരീഫുൻ അലവിയുൻ ഫാത്തിമിയുൻ, ഞാൻ അലിൻ്റെ ആളാണ്, ഫാത്തിമാൻ്റെ ആൾ. അന്ന് അലവി ഫാത്തിമ എന്നൊക്കെ പറഞ്ഞ ഷിയാക്കളുടെ ചില പ്രത്യേകമായ പേരുകളും അവർ ഇഷ്ടപ്പെടുന്ന പിന്നെ പരമ്പരകളൊക്കെയാണ്. അപ്പോൾ ഞാൻ അലവിയാണ് കാരണം ഞാൻ അലിയാർ കുടുംബത്തിൽ ആ പരമ്പരയിലുള്ളതാണ്, ഞാൻ ഫാത്തിമിയാണ്. എന്നിട്ടോ വഖാല അൻ നഫ്സിഹി ഇന്നഹുൽ മഹ്ദി, ഞാൻ മഹ്ദിയാണെന്ന് വാദിച്ചു. വഖദ് റാജ ലിഹാദ ദാഇ അൽ കദ്ദാബ് മഫ്തറാഹു ഫീ തിൽകൽ ബിലാദി വവാസറഹു ജമാഅത്തുൻ മിനൽ ജഹല, അദ്ദേഹത്തിന് കുറേ വാദങ്ങൾ അന്നുണ്ടായിരുന്നു. ജാഹിലുകളായ കുറേ ആളുകൾ പിന്നാലെ കൂടി. അങ്ങനെ വസാറത്തു ലഹു ദൗലത്തുൻ വസൗലത്തുൻ തുമ്മ തമക്കന ഇലാ അൻ ബനാ മദീനത്തൻ സമ്മാഹൽ മഹ്ദിയ, അവിടെ ആധിപത്യമുണ്ടായി, അധികാരം കയ്യിൽ വന്നു. അങ്ങനെ മഹ്ദിയ എന്നൊരു പ്രദേശം തന്നെ അവിടെ ഉണ്ടാക്കി. ആ ഭരണകൂടമാണ് ഫാത്തിമി ഭരണകൂടം. അവരെ ഫാത്തിമിയാക്കള് തുടക്കം കുറിച്ചതോ ഉബൈദുല്ല എന്ന പേരിട്ട് വന്ന ഒരു ജൂതൻ. ആ ജൂതനാണ് ഷിയാക്കളുടെ കൂടെ കൂടിയിട്ട് അന്ന് ഈ കാര്യങ്ങൾ ചെയ്തത്. വകാനൽ ഫാത്തിമിയൂന മിൻ അഗ്നൽ ഖുലഫാഇ വഅക്തരിഹിം മാലാ, അന്നത്തെ ഭരണാധികാരികൾ ഈ ഫാത്തിമിയാക്കൾ വലിയ പണക്കാരായിരുന്നു. വഅജ്ബറുഹും വഅദ്ലമുഹും, വലിയ അക്രമികളും അന്യായം കാണിക്കുന്നവരുമായിരുന്നു. വഅൻജസുൽ മുലൂകി സീറത്തൻ വഅഖ്ബറുഹും സരീറത്തൻ, വളരെ മോശം സ്വഭാവക്കാരും വളരെ ദുഷിച്ച പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുമായിരുന്നു. ലഹറതു ഫീ ദൗലതിഹിമുൽ ബിദഅ വൽ മുൻകറാത്ത്, അന്നത്തെ ഭരണകാലഘട്ടത്തിൽ ബിദ്അത്തുകളും മുറുക്കപ്പെട്ട കാര്യങ്ങളും പലതും പ്രത്യക്ഷത്തിൽ വന്നു. വകസുറ അഹ്ലുൽ ഫസാദി, ഫസാദിന്റെ ആളുകൾ വർദ്ധിച്ചു. അങ്ങനെയാണ് എന്തുണ്ടായത്? അവരങ്ങനെ പ്രചരിച്ചതും ഈ ജന്മദിനാഘോഷങ്ങൾ കടന്നു വന്നതും അത് പിന്നീട് അങ്ങോട്ട് പ്രചരിച്ചതും പിന്നീട് സൂഫികൾ ഏറ്റെടുത്തതും അവസാനം മലിക്കുൽ മുളഫർ, ധീരനായൊരു രാജന, മലിക്കുൽ മുളഫർ എന്ന നമ്മുടെ രാജാവ് അത് ഏറ്റെടുത്തു. അപ്പം അതും പാടി നടക്കുക. അദ്ദേഹം അങ്ങനെയായിരുന്നു, അദ്ദേഹം ഇങ്ങനെയായിരുന്നു. എന്നാ മൗലൂദ് വെച്ചിട്ട് നബി പറഞ്ഞു, അബൂബക്കർ പറഞ്ഞു, ഉമർ പറഞ്ഞു എന്ന് പറയാൻ ആരുമില്ല. മലിക്കുൽ മുളഫറിൻ്റെ മഹത്വം, അദ്ദേഹം ചെയ്ത ധർമ്മങ്ങളും കാര്യങ്ങളും അത് പറഞ്ഞുകൊണ്ട് ഇതാ പ്രവാചക ജന്മദിനാഘോഷത്തിന് അസുലുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക. ഇല്ല സഹോദരങ്ങളെ, ഇസ്ലാമിൽ അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. ശരി, ഇനി നമുക്കൊന്ന് പരിശോധിക്കണം മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ഈ ജന്മദിനാഘോഷം വരുമ്പോൾ നമ്മുടെ നാടുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന എന്താ? ആ നബിൻ്റെ പേരിലുള്ള ചില മൗലൂദുകളാണ്. നമ്മൾ സാധാരണക്കാരായ ആളുകൾ എന്ത് ധരിച്ചിട്ടുണ്ട്? അത് ഒരു പ്രവാചകൻ്റെ മദ്ഹ് പറയല്ലേ, പ്രവാചകനെ പുകഴ്ത്തി പറയല്ലേ, എന്തിനാണ് നമ്മൾ അതിനെങ്ങനെയൊക്കെ എതിർക്കേണ്ട ആവശ്യം? അതിലെന്താ തെറ്റ് എന്ന് പലരും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. പ്രവാചക ജന്മദിനം വരുമ്പോൾ ചൊല്ലുന്ന പ്രധാനപ്പെട്ട മൗലിദുകൾ 5 എണ്ണമാണ്. മങ്കൂസ്, ഷറഫുൽ അനാം, തറഫുൽ ആലം, ബർസഞ്ചി മൗലിദ്, അതുപോലെ മഹ്മൂദ് മാല, അങ്ങനെ നബിയുമായി ബന്ധപ്പെട്ട ചിലതുകളുണ്ട്. അതിൽ മുഴുവൻ പലതും ശിർക്കുകളാണ്. ശിർക്ക് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്ത ആശയം. ബദർ എന്തിനുണ്ടായോ അതിനെതിരായ ആശയം. ഉഹദ് എന്തിനുണ്ടായോ അതിനെതിരായ ആശയം. മക്കം ഫത്ത് എന്തിൻ്റെ പേരിലുണ്ടായോ അതിനെതിരായ ആശയം. ശിർക്ക്, നബിയോട് പ്രാർത്ഥിക്കുക, അത് മാല മൗലിദുകളിലുണ്ട്. പിന്നെയോ ഒരുപാട് വിവരക്കേടുകൾ. ഇത് ചൊല്ലുന്ന ഉസ്താദുമാർക്ക് അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അറിയുന്ന ആള് അല്പം തലക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൊല്ലൂല. പിന്നെയോ അല്ല അറിഞ്ഞിട്ടാണ് ചൊല്ലുന്നതോ ഈ സമൂഹത്തെ അറിഞ്ഞുകൊണ്ട് അവർ പറ്റിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. അത്രക്ക് അബദ്ധങ്ങൾ, നുണകൾ, ഇല്ലാത്ത കാര്യങ്ങൾ, വൈരുദ്ധ്യങ്ങൾ എല്ലാം നിറഞ്ഞു കിടക്കുന്ന ഒരു കൂട്ടമാണെന്ത് ഈ മങ്കൂസായാലും ഷറഫുൽ അനാമായാലും. പിന്നെ എന്തിനുണ്ടാവും കുറച്ചൊക്കെ നല്ലത്? വെറും ഡ്യൂപ്ലിക്കേറ്റ് വെക്കുമ്പോൾ കച്ചവടമാവില്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ നല്ലതായാലും ഉണ്ടാവും, പക്ഷെ അതുകൊണ്ട് സുന്നത്താവൂല, അത് വേറെ വിഷയം. ആ മൗലിദ് ഇപ്പം മങ്കൂസ മൗലിദ് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരു പുതിയ ബോട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇറക്കുമ്പോൾ ആദ്യം മങ്കൂസ, പിന്നെ ഇപ്പോൾ അപ്ഡേഷൻ വന്നുകൊണ്ട് തേങ്ങ ഉടക്കലുണ്ടെന്ന് മാത്രം, അത് വേറെ കാര്യം. അങ്ങോട്ട് ഞാൻ പോണില്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി സമയങ്ങളുണ്ട്. അപ്പോൾ ഏതായാലും എന്തിനുണ്ടാവും ഒരു മങ്കൂസ്? മരിച്ച മങ്കൂസ്, ജനിച്ച മങ്കൂസ്, വീട്ടിൽ നിന്ന് ആരെങ്കിലും ഗൾഫിക്ക് പോകുമ്പോൾ മങ്കൂസ്, അങ്ങനെ മങ്കൂസ് കൊണ്ടൊരു കളിയാണ്. ആ മങ്കൂസ് അത് ഖുർആനിനേക്കാൾ വലിയ മഹത്വത്തോടു കൂടി അവർ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അല്ലേ? ആരെങ്കിലും മരിച്ച അന്ന് അവിടെയുണ്ട് മങ്കൂസ്, ചിലപ്പോൾ 2-3 ദിവസമൊക്കെ ഉണ്ടാവും. ആ മങ്കൂസിൻ്റെ തുടക്കം എന്താ? സുബ്ഹാനല്ലദീ യത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വൗജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. ഒന്നാമത്തെ നുണ അതാണ്. എന്താ? ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് പ്രവാചകന്റെ പ്രകാശത്തെ അല്ലാഹു ഉണ്ടാക്കി.
ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെക്കുറിച്ച് പറയാം. ആ പ്രവാചകനെ എന്നിട്ട് അള്ളാഹ് അങ്ങനെ കൊണ്ടുവന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അപ്പോൾ പ്രവാചകന്റെ സൃഷ്ടിപ്പ് ഒരു പ്രകാശമായി അവതരിപ്പിക്കുന്നു. ഇത് ഖുർആനെതിരാണ്. ഖുർആൻ പറഞ്ഞത് എന്താ? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. മണ്ണിൽ നിന്നാണ് നിങ്ങളെ പടച്ചത്. അതിൽ നബിയും പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പ്രകാശമല്ല. പക്ഷെ നബിയെക്കുറിച്ച് പ്രകാശം എന്ന് പറയും. എങ്ങനെ? അത് ആ പ്രവാചകന് കൊണ്ടുവന്ന ആദർശം, പ്രവാചകൻ കൊണ്ടുവന്ന മതം, അത് ഇരുട്ടിൽ തപ്പുന്ന ആളുകൾക്കുള്ള പ്രകാശമാണ്. ചുരുക്കിലൂടെ, കുഫ്രിലൂടെ, അന്ധവിശ്വാസങ്ങളിലൂടെ, ഹറാമുകളിലൂടെ നരകത്തിന്റെ വഴിയിലേക്ക് പോകുന്ന ആളുകൾക്ക് സ്വർഗത്തിലേക്ക് വഴി കാണിക്കുന്ന പ്രകാശമാണ് പ്രവാചകന്റെ ജീവിതം. ആ അർത്ഥത്തിൽ പ്രവാചകൻ പ്രകാശമാണ്. പക്ഷേ ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജുൻ ഇലാ സുറൂജി. നബിയെ, നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഒരു വിളക്കിന്റെ ആവശ്യമില്ല. അങ്ങനത്തെ ട്യൂബ്ലൈറ്റ് അല്ല നബി. അപ്പൊ അങ്ങനെ ഒരു നബി ഒരു പ്രകാശമായിട്ടാ ഇവർ പരിചയപ്പെടുത്തുന്നത്. ആ പ്രകാശം സൃഷ്ടിച്ചു അള്ളാഹു എന്നാണ് ആദ്യം മങ്കൂസ് തുടങ്ങുന്നത് തന്നെ. സ്വഹീഹായ ഒരൊറ്റ ഹദീസിലും അത് കാണുക സാധ്യമല്ല. ജാബിറേ, പ്രവാചകന്റെ പ്രകാശമാണ് ഞാൻ ആദ്യം പടച്ചത് എന്നൊരു ദുർബല ഹദീസ് ഉണ്ട്. അതല്ലാതെ ഖുർആനിലോ ഹദീസിലോ ഒരു സ്വഹീഹായ ഹദീസിലോ നമുക്കത് കാണാൻ സാധ്യമല്ല പ്രവാചകന്റെ പ്രകാശം. അത് ഒരു സംഗതി. മനസ്സിലായോ? അപ്പോൾ ഒന്നാമത്തെ അബദ്ധം അതാ. ഇനി പലതും ശിർക്കുമായി ബന്ധപ്പെട്ട പലതും ഉണ്ട്. ഞാൻ ഈ പ്രകാശത്തുമ്മ മാത്രം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഈ പ്രകാശത്തെക്കുറിച്ച് മങ്കൂസ് മൗലിദുകാരൻ പറയാണ്, ഈ പ്രകാശം എന്നുണ്ടായത് അത് ചർച്ച ആക്കണല്ലോ. എന്നുണ്ടായി എന്നറിയണമല്ലോ. അപ്പോൾ ആദം നബി അള്ളാഹു തആല മലക്കുകളെ പടച്ചു, ജിന്നുകളെ പടച്ചു, മനുഷ്യന്മാരെ പടച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലും ഹദീസിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നബിൻ്റെ പ്രകാശത്തെക്കുറിച്ച് പറയുമ്പോൾ അത് എന്നുണ്ടായി? മങ്കൂസുകാരൻ പറയാണ്, കുൻതു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല. അള്ളാഹിന്റെ മുമ്പിൽ ഞാൻ പ്രകാശമായി ഉണ്ടായിരുന്നു. ഖബല അൻ യഖ്ലുഖ ആദമ ബി അൽഫൈ ആം. ആദം നബിയെ സൃഷ്ടിക്കുന്നതിന് 2000 കൊല്ലം മുമ്പ്. മങ്കൂസ് മൗലിദിലുള്ളതാ. ഇതിങ്ങനെ ഓതും നമ്മൾ. 2000 കൊല്ലം മുമ്പ് ആദം നബിയുടെ മുമ്പ് പ്രവാചകന്റെ പ്രകാശം സൃഷ്ടിച്ചു. ഈ ജന്മദിനാഘോഷം വരുമ്പോൾ, റബീഉൽ അവ്വൽ വരുമ്പോൾ ഓതുന്ന മറ്റൊന്നുണ്ട്, ജഅല മുഹമ്മദ് മൗലിദ്. കേട്ടുണ്ടാവും, ജഅല മുഹമ്മദ് മൗലിദ്. ആ ജഅല മുഹമ്മദ് നബി പറയുന്നത് എന്താ അറിയോ? ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞിരിക്കുന്നു. ആ ഹദീസ് ഒന്ന് കാണിച്ചു തരാൻ പറയൂ ഉസ്താദുമാരോട്. അല്ലാഹുവിന്റെ റസൂല് പറയാത്തൊരു കാര്യം പറഞ്ഞാൽ, മൻ ഖദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനൻ നാർ. നരകത്തിൽ സീറ്റുറപ്പിച്ചു കൊള്ളട്ടെ. ഒരു മൗലൂദ് ഓതുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ 10 നോണ, പ്രിയപ്പെട്ടവരെ, സാധാരണക്കാരെ, ചെറുപ്പക്കാരെ, നിങ്ങൾ പറയേണ്ടി വരും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ നുണകൾ. റസൂല് പറഞ്ഞു. എവിടെയുള്ളത്? നിങ്ങൾ ചോദിക്കണം, പോയി അന്വേഷിക്കണം. ദീനിന്റെ കാര്യമാണ് ഇത്, പരലോകത്തിന്റെ കാര്യമാണ്, നമ്മുടെ മരണാനന്തര ജീവിതത്തിലെ വിജയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. റസൂല് പറഞ്ഞു എന്ന് പറയാത്ത കാര്യം നമ്മളെ കൊണ്ട് മൗലൂദിലൂടെ പറയിപ്പിക്കുമ്പോൾ ചോദിക്കണം ഉസ്താദുമാരോട്, ഇത് എവിടെ പറഞ്ഞത്? ഏതാണ് ഹദീസ്? കാണിച്ചു തരാൻ പറയണം. ശരി, എന്താ റസൂല് പറഞ്ഞത്? അവ്വലു മാ ഖലഖല്ലാഹു നൂരി. ആദ്യം അല്ലാഹ് പടച്ചത് എൻ്റെ പ്രകാശമാണ്. ഫഇന്നഹു സജദ ലില്ലാഹി സിനീൻ. അത് കൊല്ലങ്ങളോളം റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നു ആ പ്രകാശം. വഖാല അല്ലാഹു തആല, അല്ലാഹ് പറഞ്ഞു. അതെവിടെ? വെച്ച് പോയി ചോദിച്ചു നോക്കി. അല്ലാഹ് പറഞ്ഞ ഖുർആനിലുണ്ടാവും. ഖുർആനിൽ ഇങ്ങനെ ആയത്തുണ്ടോ ഇനി പറയാൻ പോകുന്നത്? അല്ലെങ്കിൽ ഖുദ്സിയായ ഹദീസിലുണ്ടാകും. പോയി ചോദിക്കും. അല്ലാഹുവിന്റെ പേരിൽ നുണ പറയേ. അല്ലാഹുവിന്റെ പേരിൽ നുണ പറയുന്നവനേക്കാൾ വലിയ അക്രമി വേറെ ആരുണ്ട്? അവർ മൗലൂദ് ഓതിയപ്പോൾ എന്തൊക്കെ ആവും നിങ്ങൾ? ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അക്രമി, നുണയൻ, അല്ലേ, ഇല്ലാത്തത് പറയുന്നവൻ, ബടായികൾ ഓതുന്നവൻ, ഒക്കെ പേരുകളൊക്കെ വരും. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി പറഞ്ഞാൽ മനസ്സിലാവും. അല്ലാഹ് പറഞ്ഞു, എവിടെ പറഞ്ഞു? പോയി ചോദിക്കും നിങ്ങൾ, അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ദേഷ്യം പിടിപ്പിക്കരുത് ഉസ്താദുമാരെ, പാവങ്ങളാണ്, അന്വേഷിച്ചാൽ മതി. അപ്പം തന്നെ അവരെ മറുപടി എന്തായിരിക്കും എന്നറിയോ? നിനക്കെന്തോ അസുഖമുണ്ട്. ഒരാൾ എന്തെങ്കിലും അന്വേഷിച്ച അസുഖമുണ്ടെന്ന് പറയാ, ആ സംശയം തീർത്തു കൊടുക്കല്ലേ ചെയ്യുക. നീ ഇങ്ങനെ വല്ലാണ്ട് ചോദിക്കാൻ നിൽക്കരുത്. ആ ചോദ്യം ഒന്നാമത്തെ പേര് ബേജാറാ. ആ ചോദ്യം പേടിച്ചിട്ടാണ് ഞങ്ങൾ ഖാദിയാനി സബ്ത കടലിൽ എറിഞ്ഞ ആളുകളാണ്. നിങ്ങൾ കടലിൽ ഇതൊന്നല്ല, നിങ്ങളിപ്പോൾ കടലിലേക്ക് പലതും എറിഞ്ഞിട്ടുണ്ട് അല്ലേ? കോഴിക്കുട്ടിൻ്റെ കണ്ണ്, ഒറ്റ കണ്ണ് കുത്തി പൊട്ടിച്ചിട്ട് ചെറിയ ഓടുണ്ടാക്കിയിട്ടേ ഇവിടുന്ന് ശൈത്താൻ ഇറക്കുകയാണ്, വബാല് പറഞ്ഞേക്കാന്ന് പറഞ്ഞ് കടലിൽ കൊണ്ടുപോയിട്ട പൊട്ടത്തരം ചെയ്ത മനുഷ്യന്മാരാ നിങ്ങൾ. ഇല്ലെങ്കിൽ ഇല്ല നിങ്ങൾ പറയും.
അല്ലേ? വടിയെടുത്തിട്ട് ഓലമ്മ കൊട്ടുക, പരമ കൊട്ടുക, ശൈത്താനെ ഓടിക്കുകയാണല്ലോ. എന്നിട്ട് എല്ലാവരും കൂടി കൂട്ടി ഓടിച്ചിട്ട് കടലിൻ്റെ പക്കത്തെത്തി ചെറിയ ഓടണ്ടാക്കിയിട്ട് ആ ഓടത്തിൽ അരിയും മഞ്ഞപ്പൊടി എല്ലാം കൂടി കുത്തി തിരുകിയിട്ട് ഒറ്റ കോഴിക്കുട്ടിനെ പൊടിച്ച് ഒറ്റക്കണ്ണ് പൊട്ടിച്ചിട്ട് സാധു അതിനും കൂടി അതിൽ വെച്ചിട്ട് പായമ കിട്ടി കടലിൽ കൂടെ വിട്ട മനുഷ്യന്മാരങ്ങൾ. കൊറോണ വന്നപ്പോഴോ എല്ലാം ചേരിക്ക് പോയി ലൈപ്പായി. അതെന്തേ? കൊറോണ വന്നപ്പോൾ എന്തേ മാസ്ക് ഇട്ട് പെരേ പോയിരുന്നു. അപ്പം ഒറ്റ കോയിനെ കിട്ടിയില്ലേ? അപ്പോൾ ഒക്കെ മാസ്ക് ഇട്ട് പോയി ഇരുത്തിരിക്കുക പെരയിൽ. അപ്പോൾ ഈ ജാതി സംഗതികളൊക്കെ ചെയ്യും, സമൂഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതിനൊക്കെ താങ്ങും തണലുമായിട്ട് പല ആൾക്കാരും ഉണ്ട്, പേര് പലതും ആണല്ലോ. അപ്പോൾ ചിന്തിക്കാൻ വേണ്ടി പറയാം, ഒരിക്കലും എന്താകരുത്, വിവരക്കേടിൻ്റെ ആളുകളായി മാറരുത്. അപ്പോൾ ഇങ്ങനെ ഈ ജാല മുഹമ്മദ് മൗലിദിൽ അള്ളാഹ് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? യാ നൂറ ഹബീബി, എൻ്റെ ഹബീബിൻ്റെ പ്രകാശമേ എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങളൊക്കെ പറയാ. ഞാൻ 7 കടൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ 7 കടലിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം 10,000 സന 10 കൊല്ലം ഇട്ട് വെച്ചു എന്നാ. അച്ചാറാണത്. നബിയുടെ പ്രകാശം ഉണ്ടാക്കിയിട്ട് ആ പ്രകാശത്തെ 7 കടലിൽ, ഓരോ കടലിലും 10,000 കൊല്ലം. അപ്പം എത്രയായി? 70,000 കൊല്ലം. നേരത്തെ പറഞ്ഞതോ 2,000 കൊല്ലം. നമ്മൾ രണ്ടും ചൊല്ലും, അന്തല്ലാത്തതുകൊണ്ട് അർത്ഥം അറിയില്ല, ചൊല്ലണോനും അറിയില്ല. മങ്കൂസ് മൗലിദിൽ 2,000 കൊല്ലം പറഞ്ഞു. ജാല മുഹമ്മദിൽ 70,000 കൊല്ലം പറഞ്ഞു. പിന്നെ വേറൊന്നുണ്ട് നബിൻ്റെ പേരിൽ, അതും റബീഉൽ അവ്വൽ ഓതുന്നതാ മഹമൂദ് മാല. അതിലെന്താ പറയുന്നത്? അല്ലാഹു അക്ബർ അല്ലാഹ് ഭാഷണത്താൽ ആദി ഹലറത്തിൽ നൂറായുദിത്തോവർ. ആദ്യത്തെ ഹലറത്തിൽ നൂറാണ്, മനസ്സിലായില്ലേ? ആദ്യം അതിൻ്റെ ഹുദൂർ നൂറാണ്. പിന്നെയോ അതിങ്ങനെ വന്നിട്ട് അല്ലാ തീരു മുമ്പിൽ ഏറ്റം സ്തുതിച്ചോവർ ആറ്റൽ മുഹമ്മദൻ അല്ലാ വിളിച്ചോവർ. നല്ല നബി ആദം തമ്മേ പടക്കും മുൻ 100,000 ആണ്ട് മുമ്പിൽ പാടച്ചോവർ. ഏതേ 100,000 ആണ്ട് പറഞ്ഞ 1,00,000, 2,000 വിട്ട് 70,000 വിട്ട് 1,00,000 എത്തി. ഈ എല്ലാ നോണയും നമ്മൾ പാടും. ഉസ്താദിന് കായും കൊടുക്കും. കായും പോയി, കോയും പോയി. വല്ല കാര്യം ഉണ്ടായോ? പോയി എന്നല്ലാണ്ട് കിട്ടിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇഹലോകത്തും പോയി, പരലോകത്തും പോയി. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, അതുകൊണ്ടാണ് ഞങ്ങളുടെ പറയലിനെ ഇവർ പേടിക്കണത്. ഇപ്പോൾ മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ ഇടയിലേക്ക് നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മെത്രാപ്പൊലീത്തമാരുടെ നമുക്കതിൽ ബേജാറൊന്നുമില്ല, അവരെ ഇറക്കണം, അപ്പോഴേ ആളുകൾ ചിന്തിക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സമസ്തക്കാർ കുറേ വയൽ നടത്തുന്നുണ്ടല്ലോ. ഇന്ന് വരെ മുജാഹിദ് പോലും അവരൊരു കത്തുപടി എഴുതിയിട്ടില്ല. അവർ കടലിൽ മുക്കിയെന്നോ കടലിൽ എടുത്തുവെന്നോ പൊന്തിച്ചെന്നോ അവരാരും പറയലില്ല. ഇവിടെ എത്ര വയൽ നടക്കുന്നുണ്ട്. മുജാഹിദീങ്ങൾക്കൊരു ബേജാറുമില്ല. എന്താ മുജാഹിദീങ്ങൾ ഒരു 3 ദിവസം വയൽ നടത്തുമ്പോൾ എത്ര ബേജാറ്? അപ്പോൾ എന്തോ ഉണ്ട് ഇല്ലേ? എന്തോ ഒന്നുണ്ട്, ഇതിലെന്തോ ഒന്നുണ്ട്. ആ എന്തോ ഒന്ന് എന്താണെന്നറിയോ? ഞങ്ങളുടെ ആരും കഴിവല്ല, ഇത് അള്ളാൻ്റെ കലാമാ. പറയുന്നത് ഖുർആനാ, പറയുന്നത് ഹദീസാ. മറ്റേതോ ഉലാക്കന്മാരെ കഥ, ഇല്ലാത്ത കുറേ കള്ളക്കഥകൾ. കൈ വന്നത്, മൂക്ക് വന്നത്, മൂക്ക് ഖബർ, കയ്യ് ഖബർ, പിന്നെ നെറ്റി ഖബർ, അങ്ങനെയൊക്കെയാണല്ലോ. ഒന്നുമില്ലാത്ത ഖബർ, ശൂന്യ ഖബർ, അങ്ങനെ പലതും ഉണ്ട്. അതൊക്കെയാണ് ഓല കഥകൾ. അവിടുത്തെ മഹത്വം, അവിടെ കുട്ടികളുണ്ടായതും ഇവിടെ കുട്ടികൾ ഉണ്ടാകാത്തതും, അവിടെ രോഗം മാറിയതും, അവിടുത്തെ നേർച്ചയും, എന്നാൽ അവിടെ പൈസ ഉണ്ടാക്കലും. എന്നാൽ പൈസ പെട്ടിന്ന് എടുത്ത് കൊണ്ടുപോകണതിൻ്റെ അവസ്ഥ എന്താ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതാരത് പൊട്ടിക്കണത്, എടുത്തുകൊണ്ട് പോകണം? നമ്മുടെ ഇവിടുത്തെ പിന്നെ ജാറത്തിലെ പണപ്പെട്ടി എത്ര വട്ടം കടപ്പുറത്ത് എടുത്തുകൊണ്ട് പോയിട്ട് എന്നിട്ടും അതിൽ കൊണ്ട് പൈസ ഇടും. എന്താ പടച്ചോൻ തന്ന നമ്മുടെ തലൻ്റെ ഉള്ളിലും ചൂരെ പുറത്തമോന്നും എന്തെങ്കിലും കുറച്ചൊന്നും ചിന്തിക്കണ്ടേ? അല്പം നമ്മൾ കാര്യങ്ങൾ ആലോചിക്കണ്ടേ? ആ പണപ്പെട്ടി എടുത്തു കൊണ്ടുപോയിട്ട് അതിലെ പണമൊക്കെ പോയിക്കണ്ട്, പെട്ടി എടുത്തു കൊണ്ട് പിന്നെ അവിടെ തന്നെ വെക്കുക. അത് തുറക്കാനും പൊളിക്കാനും ഒരാളുണ്ട്. ഒരു കൊല്ലത്തിൽ ഒരു നേർച്ചയൊക്കെ നടത്തി ഭക്ഷണം കൊടുക്കും, ബാക്കി പൈസ കൂടെ എന്താ നിങ്ങൾ കണക്ക് വയ്ക്കാത്ത? എന്നിട്ടിപ്പോൾ പല ദ്വീപിൽ നിന്നിട്ട് ആളുകൾ വരിക, രോഗം മാറിയതിന് അവിടെ പൈസ സമർപ്പിക്കുക. നമുക്ക് റബ്ബിലെന്ത് സ്നേഹമുള്ളത്, റബ്ബിലെന്ത് സന്തോഷമുള്ളത്, റബ്ബിലെന്ത് തവക്കുലുള്ളത്. ശരി, എൻ്റെ വിഷയം മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും 100,000 ആണ്ട് മുമ്പിൽ പടച്ചോവർ. പിന്നെ വേറൊരു മൗലിദുണ്ട്, സറംദീപ് എന്ന് പറയാം. നമ്മളെ മാപ്പിള ലബ്ബ ആലിം രചിച്ച ശ്രീലങ്കക്കാരനായ ഒരു ആൾ എഴുതിയ മൗലിദ്, സറംദീപ് മൗലിദ്. അതിൽ കാണാം അന്നഹു തആല ഖാല, അന്നഹു തആല ഖാല, അല്ലാഹ് പറഞ്ഞു എന്നാ. എന്താ അല്ലാഹ് പറഞ്ഞത്? ഖലഖതു നൂറ മുഹമ്മദിൻ മിൻ നൂരി, എൻ്റെ പ്രകാശത്തിൽ നിന്ന് ഞാൻ മുഹമ്മദ് നബിയുടെ നൂറിനെ പടച്ചു. എങ്ങനെയുണ്ട്? അള്ളാൻ്റെ പ്രകാശത്തിൽ നിന്ന് മുഹമ്മദ് നബീൻ്റെ. നിങ്ങൾ ഈ 100 എന്ന് മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ ഇതെന്തോ കാര്യപ്പെട്ട സംഗതിയാണെന്ന് വിചാരിക്കും. നമ്മളിടക്ക് ആമീന്നും പറയും, നമുക്ക് വേറെ ഒന്നും മനസ്സിലാവില്ല.
ആ മൗലിദിൽ പറയുന്നത് 4,90,000 കൊല്ലം മുമ്പേ പ്രകാശം പടച്ചു എന്നാ. അപ്പം എത്ര നുണയായി. ഇതൊക്കെ ഓതുന്നത് നമ്മൾ തന്നെയാണ്. അതാ രസം. ഇനിയോ പിന്നുണ്ട് വേറെ തറഫല്ലാലം. അതിൽ പറയുന്നത് ഫകമ്മിൻ ബിഹാരിൻ നൂരി ഖദ് ആമനൂറുഹു അലാ ഖീദമിൽ അസ്മാനി നൂറൻ മിനൻ നൂരി വഖദ് ബാന ത്വാഊസൻ മിനൻ നൂരി നൂറുഹു ലദൻ നൂരി ലാ ഫിൻ നൂരി ഹറുൻ കതന്നൂരി. നമ്മൾ വിചാരിക്കും ഇത് മൊയിലേര് ഈ ജാതി നൂറൊക്കെ പറഞ്ഞു, ഇത് 100 ഒന്നും കൊടുത്താൽ പോരാ, കുറേ 100 ഉസ്താദിന് കൊടുക്കണം എന്ന് നമ്മൾ വിചാരിക്കും. ഇതാ 100 അല്ല, ഇതൊരു 100. എത്ര കണക്ക് നിങ്ങൾക്ക്? 49 കോടി കൊല്ലം മുമ്പേ ആദം നബിക്ക് മുമ്പേ ആ പ്രകാശം പടച്ചുനാ. അപ്പം നമ്മൾ വിചാരിച്ചു സമാധാനമായി. അടുത്ത മൗലൂദ് നോക്കുമ്പോൾ വേറൊന്നുണ്ട്. അതെന്താണെന്നറിയോ? മിൻ ഖബലി അൻ ബറഅർ റഹ്മാനു ഖദ് ബറഅ മിൻ നൂരിഹി നൂറ ഖൈരിൽ ഖൽഖി ഖദ് ബദഅ ഫകാന യൻദുറു നഹ്വൻ നൂരി വഹുവ ഇലൈഹി നാളിറും മിസ്ല താഊസും ബിഹി നബഅ ദഹ്റൻ തവീലൻ ബിലാ ഹദ്ദിൻ വലാ അദദിൻ വലാ ഹിസാബിൻ ലദൈഹി നൂറു ഖദ് ഖബഅ. ഇതുവരെ പറഞ്ഞത് 2000, 70,000, 49,000, 4 കോടി, 70 കോടി ലേലം വിളിയാണ്. അങ്ങനെ പോയിട്ട് അവസാനം പറഞ്ഞെന്താണെന്നറിയോ? ദഹ്റൻ തവീലൻ ബിലാ ഹദ്ദിൻ വലാ അദദി വലാ ഹിസാബിൻ ലദൈഹി നൂറു ഖദ് ഖബഅ. ഹിസാബില്ലാത്ത കാലമാണ് ആ പ്രകാശം ഒളിച്ചു കിടന്നത്. അതത് എണ്ണമില്ലാത്ത കാലമാണ് ആ പ്രകാശം ഒളിച്ചു കിടന്നത്. ബിലാ ഹദ്ദിൻ, അതിന് പരിധിയില്ല. എത്ര കാലമെന്ന് നമുക്കെന്നെ അറിയില്ല. അപ്പം എത്ര നേരം ചൊല്ലിയതോ? ഇതാണ് സഹോദരന്മാരെ മൗലൂദിൻ്റെ കഥ. ഇനി ആ പ്രകാശം പോയ ലോകങ്ങൾ ഒരുപാട് കടലിൽ കൂടെ ഇങ്ങനെ തിളച്ചു മറിഞ്ഞിട്ട് ആ പ്രകാശം വരുന്നത്. എന്നിട്ട് ആ പ്രകാശത്തെക്കുറിച്ച് പറയുന്ന പല ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളുണ്ട്. കേട്ടോളും, മനസ്സിലാക്കാൻ വേണ്ടി പറയത്തൊക്കെ മൗലൂദിലുള്ളതാ. ഇതിങ്ങനെ പാടിക്കഴിഞ്ഞിട്ട് നമ്മൾ ആ ഭക്ഷണം മാത്രമേ ആലോചിക്കുള്ളൂ, എന്താ പാടുന്നത് ആലോചിക്കുന്നില്ല. ഫമിൻ നിസ്ഫി നൂരിൽ മുസ്തഫാ നൂറു അർശി വമിൻ റുബുഇൽ കുർസിയു ഖദ് ഖാന തുൻശഉ. ആ പ്രവാചകന്റെ പ്രകാശത്തിന്റെ പകുതി കൊണ്ടാണ് അർശിന്റെ നൂറ്. മനസ്സിലായോ? ഗൗരവം മനസ്സിലായോ? വമിൻ റുബുഇഹി, അതിന്റെ കാൽഭാഗമാണ് അൽ കുർസിയു. ഏത്? വസിയ കുർസിയു സമാവാതി വൽ അർദ്. പിന്നെയോ ഖറഅനാ കിതാബൻ അന്ന മിൻ സുബുഇ നൂരിഹി ബഹത് ജന്നത്തുൻ മിൻ തുമുനിഹി ശംസു തദ്റഉ. സ്വർഗ്ഗത്തിന്റെ തിളക്കം നബിന്റെ പ്രകാശത്തിന്റെ 8-1. ഇങ്ങനെ സ്വർഗ്ഗത്തുള്ള എന്തൊക്കെ ഉണ്ടോ അർശും കുർസിയും അള്ളാന്റെ നൂറും ഒക്കെ മുഹമ്മദ് നബിന്റെ നൂറിൽ നിന്നാണ്. അങ്ങനെ ഒരുപാട് നുണകൾ അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമുക്ക് അള്ളാഹ് ഇറക്കി തന്ന ഖുർആനുണ്ട്. ആ ഖുർആൻ നമ്മൾ ഓതൂ, പഠിക്കൂ, മനസ്സിലാക്കൂ, പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. അതാണ് ഞങ്ങൾ പറയുന്നത്. അതല്ലാണ്ട് വെറുതെ കുറേ പദ്യം ചൊല്ലുക, വെറുതെ കുറേ ഗദ്യം ചൊല്ലുക, ഉള്ളത് കുറേ അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളും കളവുകളും. ഒന്നുകൂടി കേട്ടോളൂ, ഒരു 5 മിനിറ്റ് കൂടി ഞാൻ കടമെടുക്കുകയാണ്. എന്താണെന്നറിയോ? വറുവിയ അന്ന ആദമ അലൈഹിസ്സലാം റമ്മ അറാദൽ ഖുർബ മിൻ ഹവ്വാ. ഇതൊക്കെ മൗലൂദിൽ ഓതുമ്പോൾ എത്ര വലിയ തെറ്റാ പറയണമെന്ന് ആലോചിക്കണ്ടേ. ആദം നബി ഹവ്വായിൻ്റെ അടുക്കലേക്ക് ചെന്നു എന്നാ. അതുകൊണ്ട് ഇതിൽ അപ്പോൾ ഒരാണ് ഭാര്യയും ഭർത്താവും അല്ലേ, എന്താ ചെന്ന കുഴപ്പം? പക്ഷെ ഇത് ഭാര്യയും ഭർത്താവും ആയിട്ടില്ല, അതിന് മുമ്പ് തന്നെ ചെന്നു എന്നാണ്. ലമ്മാ ഖറാദൽ ഖുർബ മിൻ ഹവ്വാ ത്വലബത് മിൻഹുൽ മഹ്റ. അപ്പോൾ ഹവ്വ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ എന്നെ തൊടാൻ വരട്ടെ, മഹർ തരണം. ഇത് മോശമാക്കലാണോ? ഇത് പുകഴ്ത്തലാണോ? നിന്ദിക്കലാണോ? ഒരു ആദം നബിയെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മഹർ തരാണ്ട് എന്നെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദം നബി അള്ളാഹുവോട് ചോദിക്കുകയാണ്, യാ റബ്ബി മാദാ ഉഅ്തീഹാ. റബ്ബേ, എനിക്ക് ആദമിൻ്റെ ഹവ്വായിൻ്റെ അടുക്കിലേക്ക് ചൊല്ലണം. പക്ഷേ ഹവ്വാ മഹർ ചോദിക്കുകയാണ്, എന്താ ഞാൻ മഹർ കൊടുക്കേണ്ടത്? ഖാല യാ ആദമു. അപ്പം അള്ളാഹ് പറയാണ്, അല്ലയോ ആദം. ഇത് എവിടെ ഉള്ളത്? ഈ മൗലൂദ് കിതാബിലല്ലാണ്ട് അള്ളാഹിൻ്റെ ദുനിയാവിലെ ഖുർആനിലോ ഹദീസിലോ എവിടെയെങ്കിലും കാണുമോ? യാ ആദം, അല്ലയോ ആദം, സ്വല്ലി അലാ സഫിയ്യി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 20 മറ. മുഹമ്മദ് നബിൻ്റെ പേരിൽ 20 സ്വലാത്ത് ചൊല്ലിക്കോ. അപ്പം ആദം നബിൻ്റെ കാലത്ത് എവിടെ നബി? അതിനാണ് വിളിച്ച കഥ. മനസ്സിലായോ? ആ പ്രകാശത്തിന് ശക്തി കൂട്ടാണ്ടാക്കിയായിരുന്നോണ. പക്ഷെ അവിടെ ആരെ മോശാക്കി? ആദം നബിനെ. ഇത് വെറുതെ പറയല്ല, മൗലൂദിലുള്ളതാ. അല്ലെങ്കിൽ ഇവർ പറയട്ടെ, ഇത് ഗദ്യമാണ്, ഇനി പദ്യം കാണാ.
ലിഹൗവാ കാന മിൻ മഹരി അദഅം മിൻ നബിൽ ബശരി സ്വലാത്തൽ അശീരി വൽ അശീരി അലൽ ഹാദിൻ നബിൽ ബാരി. ലിഹൗവാ കാന മിൻ മഹരി, ഹവ്വായിന് കിട്ടിയ മഹർ അദഅം മിൻ നബിൽ ബശരി, അബുൽ ബശറായ ആദം കൊടുത്ത മഹർ എന്താണ്? സ്വലാത്തുൽ അശീരി വൽ അശീരി. 10 10 ആയിരുന്നു. 10 പവൻ്റെ പണ്ടും 10,000 റുപ്യ അല്ല. 20 ഇസ്റൂനാന്ന 20 പറയാം. അത് കവിതയിൽ അവിടെ ഇസ്റൂന പറഞ്ഞ പ്രാസം ഒക്കൂല, അത് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് മുറിച്ചിട്ടതാ 10 10 ആക്കിയതാണ്. അപ്പോൾ ആ പദ്യത്തിനൊരു ഒരു ഒരു ഒഴുക്കിട്ടുള്ളൂ. സ്വലാത്തുൽ ഇസ്റൂന എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടൂല. അപ്പോൾ സ്വലാത്തുൽ ആശിരി വൽ ആശിരി 10 10 20 സ്വലാത്തു അല്ലാൻ ആരുടെ പേരിൽ? അലൻ ഹാദിൻ നബിൽ ബാരി, നബിൻ്റെ പേരിൽ, നബിൻ്റെ പേരിൽ സ്വലാത്തു അല്ലാൻ. അപ്പം അന്ന് നബി ഇല്ലല്ലോ, ആദ്യ നബിൻ്റെ കാലത്ത് പ്രകാശം ഉണ്ടല്ലോ, ആ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാനാണ് ഇത് പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ, ഓരോ അബദ്ധം കൂടി അതിൽ പറയാണ്ട്. എന്താണെന്നറിയോ? അത് പറഞ്ഞാൽ ഒന്നും കൂടി മനസ്സിലാകുമെന്ന് കരുതിയിട്ടാ ഞാൻ വേഗം വായിച്ച് അവസാനിപ്പിക്കാം. ഇത് മൗലൂദിലുള്ളതാണ്. ഇല്ലെങ്കിൽ ഉസ്താദന്മാർ പറയണം. അല്ലാണ്ട് അറബിക്കടലേക്ക് ഞങ്ങൾ കാദ്യാനികൾ വലിച്ചെറിഞ്ഞുകൊണ്ട് കാര്യമില്ല. കാദ്യാനികൾ പോയിട്ടുണ്ടാവും, പക്ഷെ ഞങ്ങൾ പോകില്ല. ഞങ്ങളങ്ങനെ മുഖ്യ മുങ്ങണ ജാതികളൊന്നും അല്ല, കുറച്ചൊക്കെ പൊന്തിയിട്ട് തന്നെ നിൽക്കുള്ളൂ. ലമ്മാ ദഖലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജന്നത ലൈലത്തുൽ മിഅറാജ്, മിഅറാജിന്റെ രാത്രിയിൽ പ്രവാചകൻ എവിടെ എത്തി? സ്വർഗ്ഗത്തിലേക്ക് എത്തി. വറആ ഖസ്റ ഖദീജ, അവിടെ ഖദീജയുടെ കൊട്ടാരം കണ്ടു. അഖദ ജിബ്രീലു തുഫാഹതൻ മിൻ ഷജറിൽ ഖസ്രി, കൊട്ടാരത്തിൽ നിന്ന് ഒരു പഴമെടുത്തുകൊണ്ട്, ഒരു ആപ്പിൾ എടുത്തുകൊണ്ട് പ്രവാചകന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദേ, കുൽ ഹാദി തുഫാഹ, ഈ ആപ്പിൾ കൊണ്ടുപോയി തിന്നോ. എവിടുന്ന്? സ്വർഗത്തിൽ നിന്ന്. സ്വർഗത്തിൽ നിന്ന് ആർക്കും കൊടുക്കലൊന്നുമില്ല. എന്നാലും മുഹമ്മദ് നബിക്ക് അവിടുന്ന് എന്ത് ചെയ്തു? കിട്ടി. ഫഇന്നല്ലാഹ തആല, അങ്ങനെ നിങ്ങൾ ഈ ആപ്പിൾ തിന്നു കഴിഞ്ഞാൽ യഖ്ലുഖു മിൻഹാ ബിംതൻ തഹ്മിലു ബിഹാ ഖദീജ, ഇത് നിങ്ങൾ തിന്നു കഴിഞ്ഞിട്ട് ഭൂമിയിലേക്ക് എത്തിയിട്ട് ഖദീജയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഒരു കുട്ടിയുണ്ടാകും. ഫഫഅല, നബി തിന്നു. ഇത് ഗദ്യാണ് കേട്ടോ, മൗലൂദിലെ. ഇതിങ്ങനെ അറബി വായിക്കലില്ലേ, ഇങ്ങനെ വായിക്കാണ്. ഉസ്താദിന് അറിയോ ഇല്ല എനിക്കറിയില്ല, അല്ലാഹു ആലം. അറിഞ്ഞിട്ടാണെങ്കിൽ നീ നിർത്തിക്കാളി, കുറച്ചെങ്കിലും പടച്ചോനെ പേടി ഉണ്ടെങ്കിൽ. ശരി, അങ്ങനെ ഫഫഅല, അത് ചെയ്തു. ഏത് ചെയ്തു? നബി ആപ്പിൾ തിന്നു. ഫലമ്മാ ഹമലത് ഖദീജതു, അങ്ങനെ ഖദീജ ഗർഭം ധരിച്ചു. ബി ഫാത്തിമ, ഫാത്തിമയെ. വജദത് റായിഹത്തൽ ജന്നത്തി 9 അശ്ഹുർ, 9 മാസത്തോളം സ്വർഗത്തിന് സുഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഖദീജ ഗർഭിണിയാണ്. അപ്പോൾ ആപ്പിൾ നബി തിന്നിട്ട് ബന്ധപ്പെട്ടതല്ലേ, അപ്പോൾ സ്വർഗത്തിലെ ആപ്പിളാണല്ലോ. അപ്പോൾ സ്വർഗത്തിൻ്റെ മണം ഖദീജാൻ്റെ അടുത്ത് ഇങ്ങനെ നന്നായിട്ട് വരുന്നുണ്ട്. ഫലമ്മാ വളഅത്ഹാ, അങ്ങനെ ഖദീജ പ്രസവിച്ചപ്പോ ഇംതഖലത്ത് റായിഹതു ഇലൈഹാ, ഫാത്തിമയിലേക്ക് ആ മണം നീങ്ങി, ആ സുഗന്ധം ഫാത്തിമാന്റെ അടുക്കിലേക്ക് നീങ്ങി. ഫാത്തിമയുടെ മകള്. ഫകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇഷ്താഖ ഇലൽ ജന്നതി ഖബ്ബല ഫാത്തിമ, നബിക്ക് സ്വർഗം ഇങ്ങനെ ആഗ്രഹം തോന്നിയാൽ ഫാത്തിമാനെ ചുംബിക്കാറുണ്ടായിരുന്നു. കാരണം എന്താ? സ്വർഗത്തിന്റെ മണം ആർക്കുണ്ട്? ഫാത്തിമാക്കുണ്ട്. ഇനി ഞാൻ അല്പെങ്കിലും ചരിത്ര ആളുകളോട് ചോദിക്കട്ടെ, നബി മെഹറാജ് പോയത് എപ്പോഴാണ്? ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചിട്ട്. അറിയോ നിങ്ങൾക്ക്? ഇതറിയാത്ത പൊട്ടന്മാരല്ലല്ലോ ഉസ്താദന്മാർ. അതാ പറഞ്ഞു, അറിഞ്ഞും കൊണ്ടാണോ നിങ്ങൾ ചെയ്യണത്? ദയവ് ചെയ്തിട്ട് ആൾക്കാരെ പറ്റിക്കല്ലേ. ഖദീജ മരിച്ച് റളിയല്ലാഹു അൻഹ, അതിനു മുമ്പ് അബൂ ത്വാലിബ് മരിച്ചു. അബൂ ത്വാലിബ് മരിച്ച് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഖദീജ മരിച്ചത് എന്നാണ് ചരിത്രത്തിൽ ഒരു റിപ്പോർട്ട്. അബൂ ത്വാലിബിൻ്റെ മുമ്പ് 35 ദിവസം മുമ്പ് ഖദീജ മരിച്ചു എന്നാണ് വേറൊരു റിപ്പോർട്ട്. ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ആ കൊല്ലത്തിൻ്റെ പേരാണ് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം. അഭയം നൽകിയിരുന്ന അബൂ ത്വാലിബ് പോയി, എല്ലാമായിരുന്ന ഖദീജയും റളിയല്ലാഹു അൻഹ നഷ്ടപ്പെട്ടു. അള്ളാഹുവിൻ്റെ റസൂലിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അള്ളാഹ് കൊണ്ടുപോയത് അങ്ങോട്ട് വാ, അതാണ് മിഅ്റാജ്. എന്നിട്ട് അവിടെ പോയിട്ട് ആപ്പിൾ തിന്നിട്ട് ഇവിടെ വന്ന് മരിച്ച ഖദീജക്ക് ഗർഭമുണ്ടായി. ഇതാണ് മൗലൂദിൻ്റെ കഥ. മനസ്സിലായോ? ഒന്ന്. ഇനി ഈ മൗലൂദിൻ്റെ അവസാനം, ഇപ്പം ഈ കഥ പറഞ്ഞല്ലോ, ഈ മൗലൂദിൻ്റെ അവസാനത്തെ വരിയിൽ എന്താണെന്നറിയോ? ഫാത്തിമ, ഫാത്തിമ ജനിച്ചത് ഖബലൻ നുബുവത്തി ബി 5 സിനീൻ, പ്രവാചകത്തിൻ്റെ 5 കൊല്ലം മുമ്പാണ്. അതെങ്ങനെ ഉണ്ടാവുക? ഇതൊക്കെ ഒരേ മനുഷ്യനായിരുന്നത്. എഴുതിയോനെ ഒരു എത്തും പിടിയില്ല. ലാ തുമ്പ വലാ വാല ഇല്ലല്ലാ എന്ന് മറ്റേ ഔലിയ പറഞ്ഞ മാതിരി ഒരു വാലും ഇല്ലാത്ത ഇല്ലല്ലേനത്. അതേ മൗലൂദിൽ പറയുകയാണെന്ത്? ഇപ്പൊ നബി പോയിട്ട് ആപ്പിൾ തിന്ന് ഖദീജ ഗർഭം ധരിച്ച് കുട്ടിയുണ്ടായി എന്ന് കഥ പറഞ്ഞ അതേ മൗലൂദേരത്തിൻ്റെ അവസാനത്തെ വരി എന്താ? പ്രവാചകത്വത്തിൻ്റെ 5 കൊല്ലം മുമ്പാ ഫാത്തിമ ജനിച്ചത് എന്ന്. എത്ര അന്തണ്ടത് എഴുതിയോന്.
പിന്നെ ഈ പാടിന് നമുക്ക് എന്തുണ്ടാവുമോ? അതുകൊണ്ട് ചിന്തിക്കും. അതുകൊണ്ട് അങ്ങനെ ഇത്രേ പറയണുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ. ഇതിപ്പോൾ ഒരു സാമ്പിളാട്ടോ. ഞാൻ അവിടെ അടുത്തുണ്ട്, നമുക്ക് ഇഞ്ഞും വരാം, എത്രയും വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ ആൾക്കാർ റെഡിയായാൽ മതി, നമുക്കിത് അത്രയും വിശദീകരിക്കാം. അതിനൊക്കെ പുറമുള്ള പ്രശ്നം എന്താ? ഏറ്റവും വലിയ അപകടം പ്രവാചകന്റെ മദ്ഹം എന്ന പേര് പറഞ്ഞുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകരെ പാപം പൊറുക്കണേ, പ്രവാചകനെ കരുണ കാണിക്കണേ. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫിക ഖദ് അഹസൻതു ളന്നി യാ ബശീറു യാ നദീറു. നിങ്ങളിൽ ഏറ്റവും നല്ല ധാരണയോട് ഹുസ്നുൽ ളന്നോട് കൂടിയാണ് ഞാനുള്ളത്, ബഷീറും നദീറുമായ പ്രവാചകരെ. അതുകൊണ്ട് എന്നോട് നിങ്ങൾ കരുണ കാണിക്കണേ. ഫജുദിയാ റസൂലല്ലാഹി മിൻകാ ബിറഹ്മത്തിൻ ലിഅബ്ദിൻ നസീരിൻ ബിദ്ദുനൂബി മുസർബലു. പാപത്തിൽ നിറഞ്ഞു കൊടുക്കുന്ന ഈ അടിമയോട് ഔദാര്യം കാണിക്കണേ റസൂലേ. ഇതാണോ നബി പഠിപ്പിച്ചത്? നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. റബ്ബിനോട് പാപമോചന പ്രാർത്ഥന നടത്തണം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി പഠിപ്പിച്ചതിന് എതിര് നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാൻ, രോഗങ്ങൾ മാറാൻ, കടം വീടാൻ, വീട്ടിൽ കള്ളം വരാതിരിക്കാൻ ഈ മൗലൂദുകളൊക്കെ ഓതണമെന്നാ അല്ലേ? വീട്ടിലെ കള്ളൻ്റെ ശല്യം നീങ്ങണം. കുറേ പാട്ടുണ്ട്, പാടാൻ നേരമില്ല, തഴവ പഠിപ്പിച്ചു തന്നെ. അപ്പോൾ സഹോദരന്മാരെ, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാപാപമായ ശിർക്ക്, നരകത്തിൽ ശാശ്വതമായി കഴിയേണ്ടി വരുന്ന ശിർക്ക്, കർമ്മങ്ങളെല്ലാം തകർന്നു പോകുന്ന ശിർക്ക്, പരലോകത്ത് ശഫാഅത്ത് തടയപ്പെടാൻ കാരണമാകുന്ന ശിർക്ക്, മയ്യിത്ത് നമസ്കാരം പോലും സ്വീകരിക്കാത്ത അള്ളാഹു സ്വീകരിക്കാൻ തടസ്സമാകുന്ന ശിർക്ക്. മയ്യിത്ത് നമസ്കാരം നിർവഹിക്കുമ്പോൾ സ്വീകരിക്കണമെങ്കിൽ ശിർക്ക് ചെയ്യാത്ത 40 ആളുകൾ നമസ്കരിക്കണം എന്നാ. ആ ശിർക്കാണ് ഈ മൗലിദുകളിൽ വരുന്നത്. അബദ്ധങ്ങളാണ് പറയുന്നത്, തെറ്റുകളാണ് പറയുന്നത്, പ്രവാചകനെയും അതേപോലെ മുൻഗാമികളെയും മോശമാക്കലാണ് വരുന്നത്. മദ്ഹല്ല, അത് തിരിച്ചറിയണേ നാട്ടുകാരെ എന്ന് സ്നേഹത്തോടു കൂടി ഒന്നുകൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സംസാര വിഷയത്തിൽ എന്തെങ്കിലും അനിഷ്ടകരമായ പ്രയോഗങ്ങളോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുകയാണ്. വിഷയം മനസ്സിലാക്കാൻ വേണ്ടി കാര്യഗൗരവത്തോടു കൂടി അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായി കാണാൻ, ബാത്തുലിനെ ബാത്തുലായി കാണാൻ, ആ വിഷയത്തിൽ നമ്മൾ ഭൗതികതയിൽ ഒരു വിഷയത്തെയും പേടിക്കാതെ അള്ളാഹിനെ മാത്രം പേടിച്ചുകൊണ്ട് ഹക്കിനെ പിൻപറ്റാനും ബാത്തിലിനെ ഒഴിവാക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ തെറ്റുകളും പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ വലാ ഗായത ഖസ്ദിനാ വലാ മബ്ലഗ ഇൽമിനാ വലാ ഇലൻ നാരി മസീറനാ. അല്ലാഹുമ്മ ഇജ്അലിൽ ഹയാത സിയാദതൻ ലനാ ഫീ കുല്ലി ഖൈർ വൽ മൗത റാഹ لنا من كل شر. اللهم اغفر لنا ولوالدينا ولأساتذتنا ولجميع المسلمين يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. جزاكم الله